رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായ ഒരു സംസാരം ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ആവശ്യവും ഇല്ല. റഹ്മാനായ റബ്ബിനെ ഏറെ സ്തുതിക്കേണ്ടുന്ന, കൂടുതലായി നമ്മളെല്ലാവരും വിശിഷ്യ സംസാരിച്ച ഈ ഉള്ളവനടക്കം ദുനിയാവിനെതിരായി മാറേണ്ടുന്ന, സുജൂദിൽ നിന്ന് എണീക്കാതെ കിടന്ന് ശുക്ർ ചെയ്യേണ്ടുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ഒരിക്കലും അഹങ്കാരം വരരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ദുആ ചെയ്യുക. ചെറിയ പോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിയുമെന്ന കാര്യം തീർച്ചയാണ്. ജീവിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിൽ ഉണ്ടുതാനും. റഹ്മാനായ റബ്ബ് കൂടുതൽ ഇഖ്ലാസും തഖ്വയും വിനയവും വറഉമെല്ലാം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കിബ്റില്ലാത്ത, അഹങ്കാരമില്ലാത്തൊരു മനസ്സ് റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും ജീവിതാവസാനം വരെ പ്രദാനം ചെയ്യുമാറാവട്ടെ. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ധാരാളം ആളുകൾ, ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വിശിഷ്യ ബൈഅത്തിൽ, MICR ക്ലാസ് റൂമിലൊക്കെ ധാരാളം ആളുകൾ, ഹറമിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ. ബഹുമാനായ ഉമർ ഫൈസി അദ്ദേഹം എന്ന് വിളിച്ചു, ഞങ്ങൾ ഹറമിലാണ്, ഞങ്ങളെല്ലാവരും ഒന്നൊക്കെ വന്നതാണ്, ഞങ്ങൾ ആ ഒന്നാ ടീമിൽ മുഴുവൻ ആളുകളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ന് വിളിച്ചു. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകളുടെ ആ ദുആകൾ റഹ്മാനായ റബ്ബ് സ്വീകരിച്ചു എന്ന് തന്നെയാണ് ആ സംവാദത്തിന്റെ ഓരോ സമയം മുന്നോട്ട് പോകുമ്പോഴും നമുക്കിടെ ബോധ്യമായത്. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവങ്ങളായി വന്ന ആളുകൾ, ഞങ്ങൾ ബ്രസീൽ ടീമാണ് എന്ന് പറഞ്ഞ് വാദിച്ച ആളുകൾ, നമ്മൾ തമ്മിൽ സംഭാവന നടന്നാൽ അത് കേൾക്കാൻ രസമുണ്ടാവോ, കാണാൻ രസമുണ്ടാവോ, ആരാ കാണാണ്ടാവുക, ബ്രസീലും മലപ്പുറം ടീമും കളിച്ചത് ആരാ കളി കാണാണ്ടാവുക എന്നൊക്കെ ചോദിച്ച ആളുകൾ, നമ്മൾ അപ്പോഴും പറഞ്ഞു, കൂട്ടരെ ഞങ്ങൾക്കിതൊരു കളിയല്ല, ഞങ്ങളിത് കളിയായി കണ്ടിട്ടില്ല, ഇത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ പുതിയ കണ്ടുപിടുത്തമുണ്ടാക്കി, പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു, എല്ലാവരെയും ശിർക്കിന്റെ അഹ്ലുകാരായി മുദ്രകുത്തി ഞങ്ങളൊക്കെ വഴിമാറിപ്പോയി എന്നും ഞങ്ങളൊക്കെ ജിന്നൂലിയാണ് എന്നും ഞങ്ങളൊക്കെ വഴിവെച്ചു പോയി എന്നുമൊക്കെയുള്ള ആരോപണവുമായി നാട് നിറങ്ങിയപ്പോൾ അതിന്റെ വസ്തു എന്താണ് എന്ന് ഈ സമുദായം തിരിച്ചറിയാൻ ഒരു സംവാദം അനിവാര്യമായി വന്നപ്പോൾ മാത്രമാണ് നാം അതിനെ വെല്ലുവിളിച്ചത്. മുജാഹിദ് ശൈലിയല്ല സംവാദത്തിന്റെ വെല്ലുവിളി എന്നുള്ളത്. എന്നാൽ വെല്ലുവിളി ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ നിന്ന് വഴിമാറിപ്പോകുന്ന, ഒളിച്ചോടിപ്പോകുന്ന ശൈലിയും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. പക്ഷെ ഇവിടെ നമ്മൾ വെല്ലുവിളിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. കാരണം നാടുനീളെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ പ്രചരിപ്പിക്കുകയും എന്നിട്ട് ജൂനിയർ കാന്തപുരമാണ് എന്നുവരെ ഈ സമുദായത്തിന് പ്രചരിപ്പിക്കുകയും കാന്തപുരം അവാർഡ് വരെ ഇവരെ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു രീതിയിലേക്ക് ഈ ആളുകൾ അധപതിച്ചു. അല്ലെങ്കിലും സാക്ഷാൽ ഖുറാഫികളുടെ സ്വഭാവമാണല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈ ആളുകൾക്ക് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാഖാതലങ്ങൾ മുതൽ ഇങ്ങോട്ട് എല്ലാ രംഗത്തും ആ ഒരു ശൈലി അത്ഭുതപ്പെട്ടു പോയാണ്. ഒരുപാട് കാലം ഖുത്ബ കേട്ട ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചവർ, KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചവർ, എങ്ങനെയാണ് അവർക്കൊക്കെ ഈ രൂപത്തിലേക്ക് അധപതിക്കാൻ സാധിച്ചത് എന്ന യഥാർത്ഥത്തിൽ ഇവിടെ അത്ഭുതപ്പെടുകയാണ് മുജാഹിദായ ഓരോരുത്തരും. എല്ലാവരും മനസ്സിലാക്കിയതുപോലെ കോഴിച്ചണ സംവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സംവാദം ഉണ്ടായത്. കോഴിച്ചണ സംവാദത്തിന് നമ്മൾ വാദമായി രേഖപ്പെടുത്തിയത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ മുഴുവനും
നാളിതുവരെയും സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനം ഈ കാലമത്രയും പറഞ്ഞ അതേ ആദർശം തന്നെയായിരുന്നു. അഥവാ അഭൗതിക മാർഗത്തിലാണ് തേട്ടം എങ്കിൽ പ്രാർത്ഥന ശിർക്ക് അല്ലാഹു അല്ലാത്തവരോടാകുമ്പോൾ, അഭൗതിക മാർഗമില്ല, അദൃശ്യ മാർഗമില്ല, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമില്ല, ദുആയല്ല, പ്രാർത്ഥനയല്ല, കേവലമായ സഹായ ചോദ്യങ്ങളാണ് എങ്കിൽ മനുഷ്യർ തമ്മിലാണെങ്കിൽ അനുവദിക്കപ്പെട്ട വിഷയത്തിലുമാണെങ്കിൽ അത് അനുവദനീയം. അനുവദിക്കപ്പെട്ട വിഷയമല്ലേ അത് ഹറാമ്. എന്നാൽ ഈ അനുവദനീയമായ കാര്യം മനുഷ്യന്മാർ പരസ്പരം ചോദിക്കൽ അനുവദനീയമായ ഈ വിഷയം തന്നെ ഒരു ജിന്നിനോടായാൽ അവിടെ അനുവാദമില്ല, അവിടെ ഹറാമാണ്, അവിടെ നിഷിദ്ധമാണ്. എന്നാൽ ആ ജിന്നിനോടാണെങ്കിലും ഈ ഇൻസിനോടാണെങ്കിലും ശരി, അഭൗതിക മാർഗത്തെ ചോദ്യമാണോ അത് പ്രാർത്ഥന, അദൃശ്യ മാർഗത്തെ ചോദ്യമാണോ അത് പ്രാർത്ഥന, അത് ശിർക്കാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ്. അതുകൊണ്ട് ഇൻസുമായി ബന്ധമാകാം, ജിന്നുമായി ഒരു ബന്ധവും പാടില്ല, ശിർക്കായതും പാടില്ല, ശിർക്കിലേക്ക് എത്തിക്കുന്നതും പാടില്ല. എല്ലാം ഹറാമാണ്, എല്ലാം ഹറാമാണ്, ഒരു ബന്ധവും ജിന്നുകളുമായി പാടില്ല എന്ന് നാം ഈ ആദർശമായി അവിടെ രേഖപ്പെടുത്തി. അത് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഖുർആനിൽ നിന്ന് ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. അവിടെയാണ് അൻആം സൂറയിലെ ഒരു ആയത്ത് പല ആയത്തുകളെ കൂട്ടത്തിൽ നമ്മൾ അതും ഓതിയത്. പക്ഷെ ഇവർ നാടുനീളെ പറഞ്ഞ് പ്രചരിപ്പിച്ചെന്താ? ജിന്നിനോട് സഹായം തേടാൻ തെളിവോദീന. കോഴിച്ചന സംവാദം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മാർച്ച് 11 കോഴിച്ചന സംവാദം 2013. മാർച്ച് 13 മഞ്ചേരിയിൽ ഇവർ സംഘടിപ്പിച്ച ഒരു വിശദീകരണ യോഗത്തിന് CP അബ്ദുള്ള കോയ പ്രസംഗിച്ചു. ഞാൻ പണ്ട് പറഞ്ഞു അല്ലാഹു അല്ലാത്തത് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ഒരു ചർച്ച ഇവിടെ വന്നു എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും കൂടെ എന്റെ പിന്നാലെ കൂടി, എല്ലാവരും ഞാനെന്തോ വലിയ ഒരു അപരാധം പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ പ്രചരിപ്പിച്ചു. ഇപ്പൊ കണ്ടില്ലേ അതിന് ആയത്ത് മോദിയിരിക്കുന്നു. അല്ലാഹു അല്ലാത്തത് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച വന്നു എന്ന് കള്ളം പറഞ്ഞിട്ട് അവസാനം അത് ആയത്ത് മോദി എന്ന മഞ്ചേരി ടീം പ്രസംഗിച്ചത്. അവിടെ തുടങ്ങിയതാ ഈ ആരോപണങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനായത്തോടിയത്? അവിടെ ചോദിച്ചതെന്താ? നമ്മൾ വാദിച്ചതെന്താ? നമ്മുടെ വാദം ജിന്നുകളോട് മനുഷ്യൻ നിർവഹിക്കുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഉണ്ട്, അതേ ശിർക്കുമുണ്ട്. എന്നാൽ എല്ലാം ഹറാമാകുന്നു. ഇതാ നമ്മുടെ വാദം. ജിന്നുകളെ പ്രാർത്ഥിക്കാനോ അഭൗതികമാകത്തെ തേടുകയാണോ, അദൃശ്യമാകത്തെ തേട്ടമാണോ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണോ? ശിർക്ക് തന്നെ, സംശയമില്ല, ഒരു സംശയമില്ല. അത് ജിന്നിനോടായാലും ശിർക്ക്, ഇൻസിനോടായാലും ശിർക്ക്. ലോകത്ത് ആരോടും പാടില്ല, അത് റബ്ബിനോട് മാത്രം. അതാണ് ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ സഹായത്തേട്ടം ജിന്നിനോടും പറ്റില്ല, ഇൻസിനോടും പറ്റില്ല, ഏത് പടപ്പിനോടും പറ്റില്ല, അത് റബ്ബിനോട് മാത്രം. എന്നാൽ ഇൻസിനോട് പറ്റുന്ന സഹായ ചോദ്യമുണ്ട്, അത് ഈ ഇസ്തിആനത്തല്ല, ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്തല്ല. നമ്മൾ തമ്മിൽ ചോദിക്കാൻ അനുവാദമുള്ള സഹായ ചോദ്യം അത് വേറെയാണ്. കാരണം ഇത് അദൃശ്യമാകത്തെ തേട്ടമാണ്, ഇത് അഭൗതികമാകത്തെ തേട്ടമാണ്, ഇത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണ് റബ്ബിനോടുള്ളത്. മനുഷ്യന്മാർ തമ്മിൽ പോലും ആ തേട്ടം പാടില്ല. മനുഷ്യർ തമ്മിൽ അനുവദിക്കപ്പെട്ടത് ഭൗതികമായ മാർഗത്തിലെ ചോദ്യമാണ്, ദൃശ്യമാകത്തുള്ള ചോദ്യമാണ്, കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യം ജിന്നിനോടാണെങ്കിലോ അവിടെ ഹറാം. കാരണം ശിർക്ക് വരാൻ ജിന്നായ ശിർക്ക്, ഇൻസായ ശിർക്കല്ല എന്നൊരു വേർതിരിവ് എവിടെയുമില്ല. ഒരു തേട്ടം പ്രാർത്ഥനയാകാൻ, ഒരു തേട്ടം ദുആ ആവാൻ ഉള്ള നിബന്ധന പറഞ്ഞെടുത്ത് ഒരാളും ജിന്നാണെങ്കിൽ ദുആ ആയി, അതേ ചോദ്യം ഇൻസോടായ ദുആ ആവില്ല എന്ന് ലോകത്തിലാളും പറഞ്ഞില്ല. ഒരു ചോദ്യം ഇൻസിനോടാണെങ്കിൽ ദുആ അല്ല, ജിന്നിനോടാണെങ്കിൽ ദുആ ആണ് എന്ന് ലോകത്തിലാളും പറഞ്ഞില്ല. മറിച്ച് ഗൈബിയായ മാർഗത്തിലാണെങ്കിൽ ദുആ, അത് ഇൻസിനോടായാലും ദുആ, ജിന്നിനോടായാലും ദുആ. അല്ലാത്ത വഴിക്കുള്ള ചോദ്യമാണോ അത് ദുആ അല്ല, ഇൻസിനോടാണെങ്കിൽ ഹലാല്, ജിന്നിനോടാണെങ്കിൽ ഹറാമ്. അതേ ലോക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് തൗഹീദിന്റെ അസ്ല്, അതാണ് ഇസ്ലാമിന്റെ അസ്ല്. ഈ അസ്ല് അട്ടിമറിക്കപ്പെട്ടു ഈ ആളുകളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി. ആ വാദം നമ്മൾ ഉന്നയിച്ചപ്പോൾ ചോദിച്ചു തെളിവുണ്ടോ? നമ്മൾ തെളിവുണ്ട്, ഒരു തരാം. അങ്ങനെ 4 ആയത്ത്
4 മൊത്തം ഞാൻ അവിടെ പരാമർശിച്ചു. ഒന്ന് ശിർക്ക് മാത്രം പറഞ്ഞ ആയത്ത്, അതാണ് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്ന ഭാഗം. ഫാത്തിർ സൂറയിലെ 13-14 ആയത്തുകൾ. അതിൽ പറഞ്ഞ ഇൻ തദ്ഉഹും, നിങ്ങൾ അവിടെ ദുആ ചെയ്താൽ എന്നാണ്. ആ ദുആ ശിർക്ക് തന്നെ. അത് ജിന്നിനോടായാലും ശിർക്ക്, അത് ഇൻസിനോടായാലും ശിർക്ക്, നബിയോടായാലും ശിർക്ക്, വലിയനോടായാലും ശിർക്ക്, ജീവിച്ചിരിക്കുന്നവരും ശിർക്ക്, മരിച്ചവരോടും ശിർക്ക്, കല്ലിനോടും ശിർക്ക്, മരത്തിനോടും ശിർക്ക്, ദൃശ്യലോകത്തുള്ളവരാകട്ടെ അദൃശ്യലോകത്തുള്ളവരാകട്ടെ ആരോടായാലും ശിർക്ക്. അതുകൊണ്ടാണ് ഖുർത്തുബി പറഞ്ഞത് അവിടെ കൽമലായികത്തി വൽ അംബിയായി വൽ ജിന്നി വശയാതീൻ, അംബിയാക്കടക്കം വേണ്ടി പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന നബി ഉണ്ടെങ്കിൽ ആ നബിയോട് പോയിട്ടും ഇത് ചെയ്യാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന വലിയുണ്ടെങ്കിൽ ആ വലിയനോട് പോയിട്ടും ഇത് ചെയ്യാൻ പാടില്ല. മുമ്പിൽ ഒരു മനുഷ്യൻ വന്നാൽ ആ മനുഷ്യനോടും ഇത് ചെയ്യാൻ പാടില്ല. ജിന്നിനോടായാലും പാടില്ല, മലക്കിനോടായാലും പാടില്ല. എല്ലാം ശിർക്ക്. അതിൽ ശിർക്കല്ലാത്ത വകുപ്പില്ല. അതാണ് ആ ആയത്തിന്റെ പ്രത്യേകത. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആ ദുആ ആ ഇസ്തിഗാസ, അതാണ് ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി എന്ന് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തത്. വിപത്തുകളിൽ നിങ്ങൾ സഹായം തേടിയാൽ അതേതാ ദുആ ആകുന്ന സഹായത്തേട്ടം. അത് ആരോടും നിർവഹിച്ചുകൂടാ, അത് റബ്ബിനോട് മാത്രം. അതാണ് ഇയ്യാക നസ്തഈൻ. രണ്ടാമതാണ് ഓതിയ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. റബ്ബല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാളും വേറിട്ട ആരുണ്ട്? അവിടെ പറഞ്ഞ ദുആ, അവിടെ പറഞ്ഞ സഹായാസന, അവിടെ പറഞ്ഞ ഇസ്തിആനത്ത്, അവിടെ പറഞ്ഞ ഇസ്തിവാസത്ത്, അത് ആരോടായാലും ശിർക്ക്. റബ്ബല്ലാത്ത ജിന്നായാലും ശിർക്ക്, ഇൻസായാലും ശിർക്ക്, മനുഷ്യനായാലും ശിർക്ക്, ജീവിച്ചിരിക്കുന്നതായാലും ശിർക്ക്, കല്ലോ മരമോ മൃഗങ്ങളോ പക്ഷികളോ ആരോടായാലും എന്തിനോടാണെങ്കിലും അതെല്ലാം ശിർക്ക്. കാരണം എന്താ? അത് അദൃശ്യമാകത്തെ തേട്ടമാണ്. ഞാൻ പറഞ്ഞു ഈ 2 ആയത്ത് ശിർക്ക് മാത്രം ഉൾക്കൊള്ളുന്ന സഹായാസനയെ പറ്റി പരാമർശിച്ചതാണ്. ഇനി 3-ാമത്തെ ആയത്തേതാ? അൻആമിലെ 108-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറഞ്ഞ എല്ലാം ശിർക്കല്ല. ഈ ആയത്തിൽ പറഞ്ഞതിൽ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്. അതാണ് ഇസ്തിംതാഇന്റെ ആയത്ത്. അല്ല ശിർക്ക് ആവൂല എന്ന് പറയാനല്ല ആയത്തോതിയത്. മാർച്ച് 11 സംവാദം കഴിഞ്ഞ് മാർച്ച് 22 വിചിന്തരം വാരിക എഴുതി വിട്ടതെന്താ? കോഴിച്ചടയിൽ ഫൈസൽ മുസ്ലിയാരുടെ വാദമെന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വിട്ടു, ജിന്നിലുള്ള സഹായത്തേട്ടാൻ ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഫൈസൽ മുസ്ലിയാർ വാദിച്ചു. ഇവിടെയും സെലക്ഷൻ പറയാൻ നോക്കി, പച്ചപ്പിയത്തെ കത്തുകളിൽ അത് ഉൾക്കൊള്ളിക്കാൻ നോക്കി. നാം അവിടെ പിടികൂടി അത് പറ്റൂല, ബാക്കി എല്ലാം കൂടി പറഞ്ഞ് സമ്മതിക്കാം. വിഷയം ഞങ്ങളെ വാദം ഞങ്ങളാ പറയേണ്ടത്. ഞങ്ങളെ വാദം നിങ്ങൾ പറഞ്ഞിട്ട് അയവ സംഭാവന നടത്താൻ അത് എളുപ്പമുണ്ടല്ലോ, അത് പറ്റൂല. നമ്മൾ പറഞ്ഞ അൻആമിലെ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഅ് എന്താ ആയത്ത്? പരലോകത്ത് അല്ലാഹു തആല എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നു. ജിന്നും ഇൻസും ശൈത്താനും മലക്കും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും അവിടെ ഉണ്ട്. ആ കൂട്ടത്തില് ജിന്നുകൾ വഴിപിഴപ്പിച്ച, ജിന്നുകളെ പൂജിച്ച, ജിന്നുകളെ ആരാധിച്ച, ജിന്നിന്റെ സ്വന്തക്കാരായി മാറിയ ജിന്നിന്റെ ഔലിയാക്കന്മാർ അവരുമുണ്ട്. അവരെ പഴപ്പിച്ച ജിന്നുകളും അവിടെയുണ്ട്. ഈ 2 കൂട്ടരെയും ഒരുമിച്ച് കൂട്ടുന്നു, വിചാരണ ചെയ്യുന്നു. ജിന്നുകളോട് ചോദിക്കുന്നു, യാ മാശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, ജിന്ന് സമൂഹമേ നിങ്ങൾ ധാരാളം ഇൻസുകളെ വഴി പ്രേപ്പിച്ചുവല്ലോ. ഫഖാല ഔലിയാഉഹും മിനൽ ഇൻസി, അപ്പോൾ ആ ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച ഇൻസുകൾ പറയും, അതാരാ? സാഹിനീങ്ങള്, കാഹിനീങ്ങള്, സിദ്ധന്മാര്, അതേപോലെ സിദ്ധപ്പണിയുമായി വരുന്ന തങ്ങന്മാരും സ്യാക്കന്മാര്, ബീവിമാര്, ഭോജന്മാര്, ശൈഖന്മാര്, പണിക്കന്മാര്, കണക്കന്മാര്, ബാബമാര്, ബീവിമാര്, ഇവരൊക്കെയാണ് ആ ഔലിയാ. അവര് പറയും, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അതെങ്ങനെ ഉപകാരമെടുക്കല്? അവരെ പൂജിക്കൽ ഇസ്തിംതാഅ്, അവരെ ആരാധിക്കൽ ഇസ്തിംതാഅ്, അവർക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിക്കൽ ഇസ്തിംതാഅ്, അതേപോലെ അവർക്ക് വേണ്ടി നേർച്ചനേരൽ ഇസ്തിംതാഅ്, അവർക്ക് വേണ്ടി ബലി അറുക്കൽ ഇസ്തിംതാഅ്, അവർക്ക് വേണ്ടി മാലിം മുഴുവൻ റാത്തീബുൻ ചെയ്യൽ ഇസ്തിംതാഅ്. എന്നാൽ അത് മാത്രമാണ് ഇസ്തിംതാഅ്? അത് മാത്രമാണ് ഇസ്തിംതാഅ്? അല്ല, ജിന്നുകളെ ബഹുമാനിക്കൽ പോലും ഇസ്തിംതാഅ് എന്നിട്ടുണ്ടാ കൂട്ടത്തില്.
അബ്ദുറഹ്മാൻ സലഫി തന്നെ കുളിക്കലിൽ വെച്ച് പറഞ്ഞല്ലോ, ഇസ്തിൻദാഅ് പലവിധമുണ്ട്, ഇസ്തിൻദാഅ് പലവിധമുണ്ട് എന്ന് കുളിക്കലിൽ വെച്ച് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞില്ലേ, ഇസ്തിൻദാഅ് പലവിധമുണ്ട്. ഏതൊക്കെയുള്ളത്? ഇപ്പൊ ഇവിടുന്നും പറഞ്ഞു, സംവാദത്തിലും പറഞ്ഞു. ഇസ്തിൻദാഅ് ശിർക്കായതുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ അത് തർക്കമേ അല്ലാതാ ഇവിടുന്ന് പറഞ്ഞത്. ഇസ്തിൻദാഅ് ശിർക്കായതുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ അത് തർക്കമേ അല്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ആയത്തിൽ ശിർക്കായതും പറഞ്ഞിട്ടുണ്ട്, ശിർക്കല്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനായ തോന്നിയത് ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓതിയത്. എന്നിട്ട് പറഞ്ഞു മൊത്തം ശിർക്കായതിന് 3 ആയത്ത്, ഫാത്തിറായത്ത്, അഹ്കാഫിലായത്ത്, ഈ ആയത്തും. ശിർക്കിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ പരാമർശിച്ച 1 ആയത്ത് ഈ ആയത്ത് തന്നെ, മൊത്തം 4 ആയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉന്നയിച്ചത് തന്നെ. അതിൽ നിന്നാണ് വസീത്തു ശിർക്ക് മാത്രം എന്നാക്കി ചുരുക്കാൻ അവർ ശ്രമിച്ചത്. പിന്നുള്ള വിഷയം എന്താ? ചോദിച്ചത് ഇസ്തിആനത്തല്ലേ, സഹായം ചോദിക്കലല്ലേ, ഇത് ഇസ്തിൻദാഅല്ലേ, ഉപകാരമെടുക്കലല്ലേ. അത് ദുർവ്യാഖ്യാനാണ്. നാടിന് നമ്മൾ പറഞ്ഞു, KJ മുമ്പാകെ അനീഫ്കായ്ക്ക് തയ്യാറാക്കി ഞാൻ കൂടിക്കൊടുത്ത ആ പ്രബന്ധത്തിന് 3 സ്ഥലത്ത് ഇസ്തിആനത്തുണ്ടെന്ന് പറയുമ്പോൾ തെളിവ് പറഞ്ഞത് ഈ ആയത്താണ്. എന്നോട് സഹായം ചോദിക്കാനുള്ള വിഷയം പറഞ്ഞപ്പോൾ തെളിവെന്താ? ഈ ആയത്ത് 4-ാമത്തെ പേജിൽ, 6-ാമത്തെ പേജിൽ, 18-ാമത്തെ പേജിൽ ഈ ആയത്താണ് പരാമർശിച്ചത്. അപ്പൊ ദുർവ്യാഖ്യാനാണെങ്കിൽ കായക്കുറിന്റെ 1-ാമത്തെ ദുർവ്യാഖ്യാതാവ് എത്ര സ്ഥലങ്ങൾ ഉസ്മാൻ സാഹിബ് തന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിന് ഇന്നും ഇൻസും നമ്മളെ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ അവനെ പൂജിക്കലും ആരാധിക്കലും ഒക്കെ പറഞ്ഞു. അല്ലാത്ത എത്ര ഇസ്തിൻദാഅുകൾ പറഞ്ഞു. അമാനി മൗലവി ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിന് അദ്ദേഹം പറഞ്ഞു, ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി ആ പിശാചിൽ നിന്ന് ചില ഉപകാരങ്ങൾ ചിലർക്ക് ലഭിക്കും. അപ്പൊ ഇവാത്തുർത്തിയില്ലെങ്കിലും പൂജിച്ചില്ലെങ്കിലും ശിർക്ക് ചെയ്തില്ലെങ്കിലും കിട്ടുന്ന ചില ഉപകാരങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതാണ് എന്നാണ് നാം അവിടെ വിശദീകരിച്ചത്. അതുകൊണ്ടായി ഇന്ന് സംവാദത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചത്, ഈ ഇസ്തിൻദാഇൽ ഇസ്തിആനത്ത് പെടുമോ ഇല്ലേ? ഖുർആൻ പരാമർശിച്ച ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിൻദാഇൽ ഇസ്തിആനത്ത് പെടുമോ ഇല്ലേ? മൂപ്പര് മറുപടി എന്താ? ഇസ്തിആനത്ത് പെടും, ഇസ്തിആനത്ത് പെടും. മാലിക് സഹി പറഞ്ഞ പെടൂലാന്ന് പറഞ്ഞാലും മൂപ്പര് പെടും, പെടുന്ന് പറഞ്ഞാലും മൂപ്പര് പെടും. അപ്പൊ മൂപ്പര് പലപ്പെടും, അതോട് മൂപ്പര് പെട്ടും ചെയ്തു. എന്തായാലും മൂപ്പര് പെടും, പറയാനക്കാൻ വയ്യ. ഇസ്തിൻദാഇൽ ഇസ്തിആനത്ത് പെടും. ഇസ്തിൻദാഅോ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട് എന്ന് മൂപ്പര് സമ്മതിക്കും ചെയ്തു. ഇസ്തിൻദാഇ ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട്. ഒന്ന് ഇസ്തിൻദാഇൽ ഇസ്തിആനത്ത് പെടോ? അത് പെടും, അതും പറഞ്ഞു. പിന്നെന്താ ദുർവ്യാഖ്യാനം? പിന്നെ പറഞ്ഞെന്താ? ഇബ്നു അബ്ബാസിന്റെ പേര് കളവ് പറഞ്ഞു, ഖുർത്തുബിയുടെ പേര് കളവ് പറഞ്ഞു. എന്തായിരുന്നല്ലോ വെല്ലുവിളിക്കാൾ ആക്രോശങ്ങളൊക്കെ കോഴിക്കോട് കടപ്പുറത്തും പെരിന്തൽമണ്ണയിലൊക്കെ അദ്ദേഹം വെല്ലുവിളിക്കുമ്പോൾ ആ സൗര്യം കാണ്ട് എന്താ ഉഷാർ, എന്താ ഊക്ക് പറയോ, കാരണം ധൈര്യമായിട്ട് വിളിക്കാം. അന്ന് ഞാൻ ആക്സിഡന്റ് ആയി കിടക്കുക വീട്ടില്, അന്ന് ആക്സിഡന്റായി റെസ്റ്റിലാ വീട്ടില്. അൽഹംദുലില്ലാ റബ്ബ് അവിടേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടത് ഇതൊക്കെ നടക്കാൻ തന്നെ ആയിരിക്കാന്ന് ഇപ്പൊ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഞാൻ വാക്കേറെ വാഹനം പൊടിയായി വലിച്ചെന്നു ആ വണ്ടിയാണ് ഞാൻ കൊല്ലത്ത് രക്ഷപ്പെട്ടു പോകുന്നത്. ആ വണ്ടി എടുക്കാൻ തന്നെ കിട്ടിയില്ല, പറ്റ പൊടിയായി പോയൊരു വാഹനത്തിൽ ഉള്ളുന്ന ഈ രൂപത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ആ സമയത്താണ് മൂപ്പര് പെരിന്തൽമണ്ണയിൽ വെച്ചുള്ള ആ ആക്രോശം. അറിയിപ്പുണ്ടോ? പെരിന്തൽമണ്ണയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ വെല്ലുവിളിണ്ട്, ഖുർത്തുബിയുമായി വാ, എന്റെ മുമ്പിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ വിളിച്ച വിളിയുണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാ, ഖുർത്തുബിയുമായി വന്നിട്ടുണ്ട്, നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് സംവാദത്തിന് കാരണം മുമ്പക്ക് വാങ്ങലേ പറഞ്ഞത്, മുമ്പക്ക് നാട്ടിൽ തന്നെ വന്നു, മൂപ്പര നാട്ടിൽ ഇങ്ങോട്ട് വന്നു, മൂപ്പര മുമ്പിലേക്ക് വന്നു. പക്ഷേ മൂപ്പര ചോദിച്ചില്ല. ഉണ്ടോ?
എന്നിട്ടുടുക്കി പെരുന്തൽമണ്ണ വെച്ച് മുപ്പത് വെല്ലുവിളിച്ചാൽ നിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ് ആ മുസ്ലിയാര്. ഇബ്നു അബ്ബാസിന്റെ പേരിലും കളവ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ആ വാചകത്തില് ഇസ്തിആനത്തിന്റെ ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ശിർക്കാണെന്ന് മുസ്ലിയാര് വാദിച്ച പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഒരു ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നിട്ട് വിളിച്ചു എന്ന് നാളെ പറയണ്ട. ഇന്നലെ ആക്രോശിച്ചത് എന്താണ് ഞാൻ ഇന്നത് പറയുന്നത്? ഇനി എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ആ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആ ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് പറ. എവിടെയാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം? ഇതിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞ വാചകം വായിക്ക്. ജനങ്ങളൊന്ന് കേൾക്കട്ടെ, അറബി അറിയുന്നവർ മനസ്സിലാക്കട്ടെ. സഹാബത്തിന്റെ പേരിലും കളവോ, സഹാബത്തിന്റെ പേരിലും കളവോ, ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവോ അവിടെയും നിന്നില്ല. അറിയും തിന്നു, ആശാരിശിയയും കടിച്ചു. ഈ ശ്വാനൻ മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ശ്വാനൻ വീണ്ടും മുന്നോട്ടാണ് പോകുന്നത്. അതാ പോകുന്ന കുർത്തുബിയുടെ പിന്നാലെ. എന്നിട്ട് പറയുന്നു, കുർത്തുബിയും പറഞ്ഞു. ഏതോ കുർത്തുബി പറഞ്ഞത് നിനക്കറിയുമോ? വായിച്ചു മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുമെങ്കിലൊന്ന് വായിച്ചർത്ഥം പറ. അതിന് ഏത് വാക്കിനാണ്, ഏത് വാചകത്തിനാണ് ഇതിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന വാചകം അതിൽ ഏതാണ്? അതൊന്ന് തൊട്ട് കാണിക്കാൻ കണ്ടോ? ഈ ആയിരുന്നു വെല്ലുവിളി. ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവ്, ഖുത്ബിയുടെ പേരിൽ കളവ്, സഹാബത്തിന്റെ പേരിൽ കളവ് എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. ഇന്നും കുറെ ഇളകി മുപ്പത് വല്ലാതെ ഇളകിയപ്പോ ഞാൻ പറഞ്ഞു, അടുത്ത അനസ്മുസ്കാരുണ്ട്, മൂപ്പക്ക് റുഖിയാശറിയ പരിചയമുണ്ട്, അവിടെ ഒന്ന് ഓടിക്കൊടുത്തോളി, എന്നാ പിന്നെ അമർന്നോളുന്നത്. മൂപ്പര് ഓടിയാ തോന്നുന്നത്. പിന്നെ അങ്ങനെ ഇളകിയിട്ടില്ല. പിന്നെ ആ ഇളക്കമില്ലാതെ ഇളകിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളകുമ്പോഴേക്ക് കേൾക്കുന്ന കുറിപ്പ് വരിക. മൂപ്പങ്ങ സൗണ്ടിൽ കൂടും, അപ്പൊ കുറിപ്പ്. പിന്നെ സൗണ്ട് കുറയും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കൂടും, അപ്പൊ അടുത്ത കുറിപ്പ്. ബാക്കിൽ രണ്ട് ഭാഗത്തും കയറിട്ടിട്ട് ആളിരിക്കുക. ഷുഗറും പ്രഷറും ഒക്കെ മൂപ്പയ്ക്കുണ്ടെന്ന് ഓർക്കറിയാം. അത് ഇല്ലെങ്കിലും മൂപ്പര പ്രഷർ കൂടുന്നു ഓർക്കറിയാം. എന്നിട്ട് മൂപ്പര ഇടയ്ക്കന്നോട് എന്റെ സൗണ്ട് കൂടുമ്പോ വിഷമുണ്ടാവും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ വിഷമം ഞങ്ങൾക്കല്ല, കായക്കൊടിക്കാറ്. ഇന്നലെ സൗണ്ട് കൂടുന്തോറും കായക്കൊടിക്കാർ വിഷമം. ഇന്നലെ രാത്രി ഫുള്ള് ഈ ഇടവന്ന ജാമ്യ നദിവിയയിൽ ഇരുത്തിയിട്ട് കംപ്ലീറ്റ് കോച്ചിങ് കൊടുത്തിട്ട് 4 ഭാഗത്ത് ആള് നിന്നിട്ട് ഇന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇരുത്തിയതാ. അവിടെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയും, ഇങ്ങനെ പറയും, അതുപോലെ ഇത് പറയും, നിങ്ങൾ ചൂടാകരുത്, ഇളകരുത്, പൊന്തരുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പനെ സമ്മതിച്ചു. മൂപ്പര് വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇവൻ ഞാൻ ഇളക്കാൻ നോക്കും എനിക്കറിയാം, ഇവൻ ഞാൻ പ്രകോപിപ്പിക്കും എനിക്കറിയാം, പക്ഷെ ഇന്ന് കിടക്കാൻ ഞാൻ ഇളകൂല. മൂപ്പര് ആദ്യം പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ അല്ല സലഫി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും ഇവിടെ ഇളകാതെന്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്. പക്ഷെ കാര്യമില്ല, മൂപ്പര് ഇളകാതെ ഇളകി. പക്ഷെ എന്തിളകിയിട്ടെന്താ? എന്തിളകിയിട്ട് ഹക്ക് കൈവശം ഉണ്ടെങ്കിലല്ലേ വേറെ ഒന്നും കാര്യം. നമ്മളാരും വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, വല്ല ആലിമ്യങ്ങളായിട്ടല്ല, ഒന്നുമില്ല, വളരെ ദുർബലന്മാരാ. പക്ഷെ ഹക്ക് കൈവശമുണ്ട് എന്ന ഒരൊറ്റ ധൈര്യമാണ് ഈ നിലക്ക് സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടത്താൻ കിട്ടിയത്. വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇത്രയും കാര്യം ഞങ്ങൾക്ക് അവിടെ ചെയ്യുന്നു. ഇത്രയും കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇല്ലാത്ത ധൈര്യത്തെ എവിടുന്ന് കിട്ടി? ഹക്കിൽ ഉറച്ചു നിൽക്കണമെന്ന ആ ഒരു നിശ്ചയ ദാർഢ്യമുണ്ടായപ്പോൾ റഹ്മാനായ റബ്ബ് തന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, റബ്ബ് നിലർത്തുമാറാവട്ടെ. ഏതായാലും പറഞ്ഞു വന്നത് ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിൻദായ് ശിർക്കായതുണ്ട്, അല്ലാത്തതുണ്ട്. അത് മൂപ്പരും പറഞ്ഞു. ആ ഇസ്തിൻദായിൽ ഇസ്തിയാനത്ത് പെടുമെന്ന് ചോദിച്ചപ്പോ അത് പെടുമെന്നും പറഞ്ഞു. പിന്നെ പ്രശ്നം തീർന്നു. ഇനിയുള്ള എന്താ? ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവ് പറഞ്ഞുവോ, ഖുർത്തുബിയുടെ പേരിൽ കളവ് പറഞ്ഞുവോന്നാ. മൂപ്പര് അവിടെയും പറഞ്ഞു, ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ വായിക്കണം. നിങ്ങൾ വിശകലനത്തിനും വായിച്ചിട്ടില്ല, ഖണ്ഡനത്തിനും വായിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു വസിയത്തു ശിർക്കുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് ആ വാചകം പറഞ്ഞു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, കോഴിക്കലയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസിന്റെ പേര് വായിച്ചത് അതിനല്ലേ അല്ല. നിശ്ചയാൻ സംബന്ധിച്ച് ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഞാനത് പറഞ്ഞിട്ടേ ഇല്ല, കോഴിക്കലയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല.
പിന്നെ എന്തിനാ ഇബ്നു അബ്ബാസ് ഉദ്ദേശിച്ചത്? ഈ ആയത്തിന് അല്ലാഹു തആല അവർ ചോദിക്കാണെന്ന് പറഞ്ഞെത്തുന്നത് നിങ്ങൾ തമ്മിൽ പ്രയത്നിച്ചത് ഒരുപാടാണ്, പറയാതെ ഞങ്ങൾ ഉപകാരമെടുത്തു, ഞങ്ങൾ അവധി കഴിഞ്ഞു, ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അല്ലാഹു പറയും ഖാലന്നാറു മസ്വാകും, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ് നിങ്ങൾ. കാരണം എന്താ? ശിർക്ക് ചെയ്തവരാണ്, ജിന്നിനെ പൂജിച്ചവരാണ്, ജിന്നിനോട് പ്രാർത്ഥിച്ചവരാണ്, ശിർക്കിൽ അകപ്പെട്ടവരാണ്. അതുകൊണ്ട് ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നിന്റെ ഔലിയാക്കളായ ഇൻസുകൾ ഖാലിദീന ഫീഹാ, നരകത്തിൽ ശാശ്വതർ തന്നെ. പിന്നെ ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അവിടെയാണ് നമുക്ക് തെളിവുള്ളത്. നമ്മളെല്ലാവരും വിഷയം പഠിക്കണം. ഇല്ലാ മാ ശാ അല്ലാഹ്, ഒരുപാട് വ്യാഖ്യാനം ആ ഭാഗത്തിനുണ്ട്. എന്ന് അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അഥവാ ഉദ്ദേശിച്ച കാലം ഒഴികെ എന്നർത്ഥം. അപ്പൊ ഏതാണ് ആ കാലം? പല അഭിപ്രായം. ചിലർ പറഞ്ഞു ഖബറിന്റെ കാലഘട്ടമായിരിക്കാം ഉദ്ദേശിച്ചത്, മഹ്ശറിന്റെ കാലമായിരിക്കാം, നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലം. അതാണ് ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. കാരണം എന്താ? ശിർക്ക് ചെയ്തതല്ലേ, ശിർക്ക് ചെയ്തതല്ലേ നരകത്തിൽ രക്ഷപ്പെട്ടു പോകുന്നല്ലോ, സ്വർഗം ഹറാമാണല്ലോ, നരകം നിർബന്ധമാണല്ലോ. പിന്നെ ഓല കാലത്തിൽ എന്തിനാ ഇല്ലാ മാ ശാ അല്ലാഹ് പറഞ്ഞത്? അത് ഖബറിന്റെ കാലഘട്ടം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിനാണ് ഫത്ഹുൽ ഖദീറിലൊക്കെ ഇമാം ശൗക്കാനി പറഞ്ഞു ആ വ്യാഖ്യാനം ഒരു ഇടങ്ങാറായ വ്യാഖ്യാനാണ്. കാരണം എന്താ? രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ അത് എല്ലാരെ പറ്റും പറയാലോ. നരകത്തിൽ പോയ ആരെ കുറിച്ച് എന്ത് പറയാ? ഖബറിന്റെ കാലം ഇല്ലാ മാ ശാ അല്ലാഹ് പറഞ്ഞൂടെ? പക്ഷെ അവിടെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. കാഫിരീങ്ങൾ നരകത്തിലാണ്, ശിർക്ക് ചെയ്ത നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴൊന്നും ഇല്ലാ മാ ശാ അല്ലാഹ് പറഞ്ഞില്ല. ഖബറിന്റെ കാലഘട്ടമാണ് ഉദ്ദേശമെങ്കിൽ അവിടെ പറയാലോ. അപ്പോൾ ആ വ്യാഖ്യാനം അത്ര നല്ലതല്ല. രണ്ടാമതൊന്ന് പറഞ്ഞെന്താ? അങ്ങനെ പാവാൻ നിവൃത്തിയില്ല. കാരണം ഖബറ് കഴിഞ്ഞ് മഹ്ശറിൽ എത്തി വിചാരണ നടക്കുന്നു, വിധി പറയാ അല്ലാഹു തആല ഖാലന്നാറു മസ്വാകും, നിങ്ങളെ മടക്കം നരകത്തിക്കാം, ഖാലിദീന ഫീഹാ, ശാശ്വതരാണ്, നരകത്തിൽ പോയിക്കോളൂ എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത ഇല്ലാ മാ ശാ അല്ലാഹ്. അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങൾക്ക് ഒഴിവാന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് വന്ന് വിചാരം കഴിഞ്ഞ് അല്ലാഹു തആല വിധി പ്രഖ്യാപിക്കുക, ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ. അപ്പോഴും ആ വ്യാഖ്യാനം ശരിയാവൂല. മറ്റൊരു വ്യാഖ്യാനം എന്താ? ഇല്ലാ മാ ശാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്, ശാശ്വതരാണ്, ശരി. പക്ഷെ നരകത്തിലെ ചില ശിക്ഷകളിൽ നിന്ന് ഒരു ഇളവുണ്ടാകാം, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഉണ്ടാകൂല. അത് അവരെ ഇസ്തിൻദാന്റെ കാഠിന്യമനുസരിച്ച് കൂടിയും കൊണ്ടൊക്കെ ഇരിക്കുമെന്നായിരിക്കാം. മറ്റൊന്ന് ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനം, ഇവിടെ ഇല്ലാ മാ ശാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ്. എങ്കിൽ ആരാണവർ? ജിന്നിന്റെ ഔലിയാക്കളായി കൂടി ശിർക്ക് ചെയ്ത് ശിർക്കിൽ മുഴുകിയ മനുഷ്യന്മാരും പിന്നെ ഓർക്ക് പിന്നെ ഇളവുണ്ടാവോ? ഉണ്ടാവില്ല. കാരണം ശിർക്ക് ചെയ്ത സ്വർഗം ഹറാം, നരകം നിർബന്ധം. പിന്നെ ഇല്ലാ മൻ ശാ അല്ലാഹ് എന്തിനു പറഞ്ഞു? ഉദ്ദേശിച്ചവർ ഒഴികെ എന്നെന്തിനു പറഞ്ഞു? അതിനെ ഞാൻ ഇബ്നു അബ്ബാസിനെ വായിച്ചത്. അവിടെ ഇബ്നു അബ്ബാസ് പറഞ്ഞു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, ഇവിടെ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് അല്ലാഹു ഒഴിവാക്കി പറഞ്ഞത് ഈമാനിന്റെ അഹ്ലുകാരെയാണ്. അപ്പൊ എല്ലാ ചിന്താം ശിർക്കാണെങ്കിൽ പിന്നെ അത് ചെയ്തവനെ പറ്റി അഹ്ലുൽ ഈമാൻ എന്ന് പറയാൻ പറ്റൂലല്ലോ. മറ്റൊരു റിപ്പോർട്ടിൽ അഹ്ലി തൗഹീദി, തൗഹീദിന്റെ അഹ്ലുകാരെയാണ് ഈ ഒഴിവാക്കിയത്. അപ്പൊ തൗഹീദുള്ളവൻ ചെയ്യുന്ന ചില ഇസ്തിൻദാ ഉണ്ട്, തൗഹീദുള്ളവരും ചെയ്യുന്ന ചില ഇസ്തിൻദാ ഉണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഒഴിവാക്കിയത് അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ അഹ്ലുകാരായ വൻപാപം ചെയ്തവരെയാണ്. തൗഹീദിന്റെ അഹ്ലുകാരായ വൻപാപം ചെയ്തവർ. അപ്പൊ ശിർക്ക് ചെയ്തവനല്ല, തൗഹീദിന്റെ അഹ്ലുകാരനാ, പക്ഷെ വൻപാപം ചെയ്തു ഇസ്തിൻദായുടെ ഭാഗമായി. ഓനെപ്പറ്റി എന്ത് പറഞ്ഞത്? ഇല്ലാ മാ ശാ അല്ലാഹ് ഔ ഇല്ലാ മൻ ശാ അല്ലാഹ്. ഇത് പറയാനായി ഇബ്നു അബ്ബാസിനെ വായിച്ചത്. അപ്പൊ എന്ത് മനസ്സിലായി? ശിർക്കായതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട് എന്ന് കിട്ടിയേ. അതുകൊണ്ടല്ലേ ഇല്ലാ മാ ശാ അല്ലാഹ് ഇല്ലാ മൻ ശാ അല്ലാഹ് എന്ന വിശദീകരണം വന്നത്. അവിടെ ഇബ്നു അബ്ബാസ് വായിച്ചത്. അത് പൂർണ്ണ ബോധത്തോടെ ഞാൻ അവിടെ വായിച്ചിട്ടുള്ളൂ. അതോടെ ഞാൻ പറഞ്ഞു വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല.
എന്നാൽ ഇല്ലാ മാഷാ അല്ലക്ക് ഇല്ലാ മൻഷാ അല്ലാ എന്നും അഹ്ലുൽ ഈമാൻ എന്നും അഹ്ലുൽ തൗഹീദ് എന്നുമൊക്കെ ഇബ്നു അബ്ബാസ് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ ചോദ്യം ചോദിച്ചത്, ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? മൂപ്പരെന്താ പറഞ്ഞത്? അത് ഫൈസൽ മുസ്ലിയാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ മൂപ്പർ കുറച്ച് കളികളുണ്ട്, അതൊക്കെ പഴയ മുസ്ലിയാരിയത്താണ്, അത് നടക്കൂല. വേറൊന്നും പറഞ്ഞില്ല. ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇല്ലാ മാഷാ അല്ലക്ക് അഹ്ലുൽ ഈമാനും അഹ്ലുൽ തൗഹീദും ഒക്കെയാണ് ഇവിടെ ഒഴിവാക്കി പറഞ്ഞവർ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്തേ മൂപ്പര് പറയാതിരുന്നത്? എന്തേ പറയാതിരുന്നത്? അപ്പൊ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. അതേപോലെ ഖുർത്തുബിയുടെ പേര് കളവ്. എന്താ കളവ്? മൂപ്പരുണ്ടാക്കിയ വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്തുൽ ബിൽ ജിന്നിന് ഖുർത്തുബിയിലില്ല, അത് കളവാകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഖുർത്തുബിയിലുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കോയിച്ച സംവാദത്തിലും പറഞ്ഞിട്ടില്ല, ശേഷവും പറഞ്ഞിട്ടില്ല, അതിന് മുമ്പും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ എന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് എന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു. പിന്നെ എന്താ ഖുർത്തുബിയിൽ ഉള്ളത്? ഖുർത്തുബിയിൽ ഇസ്തിൻഖാഇന്റെ പല വകഭേദങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഖുർത്തുബിയിൽ മാത്രമല്ല, എല്ലാ തഫ്സീലും ഉണ്ട്. ഇസ്തിൻഖാഇന്റെ പല തരങ്ങള് ഖുർത്തുബി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കോയിച്ച സംവാദത്തിൽ ഞാൻ വായിച്ചിട്ട് ചോദിച്ചു, ഈ ഇസ്തിൻഖാ എല്ലാം ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ എന്നിട്ട് പറഞ്ഞു. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ഖുർത്തുബി ഞാൻ വായിച്ചു, മദ്യപാനവും വ്യഭിചാരവും വരെ ഖുർത്തുബിയിൽ പറഞ്ഞ് ഞാൻ വായിച്ചിട്ട് ചോദിച്ചു, ഇതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾ പറയുമോ? അവിടെ ഖുർത്തുബി വായിച്ചത് അത് ഇയാൾ അട്ടിമറിച്ചിട്ട് പറഞ്ഞു, ഖുർത്തുബിയിൽ ജിന്നിനോട് സഹായം തരുന്ന വസിയത്തു ശിർക്കാണെന്ന് ഇയാൾ പറഞ്ഞു, അത് കളവാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് എന്റെ പേരിൽ കളവാണ്. ചുരുക്കത്തില് 8 മാസം നാടുകളെ കൊണ്ടടന്ന ആരോപണം നേരെ മുന്നിൽ വന്നിട്ട് ബ്രസീൽ ടീം ഒന്നാകെ വന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയ. ഫുൾ ടീം വന്നല്ലോ, ഫുൾ ടീം വന്നു. ഹംസമാക്കലുണ്ട്, ഹനീഫ് കായ്ക്കുണ്ട്, അനസ് മുസ്ലിയാരുണ്ട്, സാലൻ സുല്ലമുണ്ട്, എല്ലാരും വന്നു. എല്ലാരും കൂട്ടി വന്നിട്ടും ഞങ്ങളാകെ പോയതാരാ? ഞങ്ങൾ 4-5 ആൾക്ക്. ജാമിയിലെ 2 അധ്യാപകര്, മാലിക് സലഫിയും ഫദൽ ഹക്കൂമനും സുഹൈ സലഫിയും, 3 ആളും ജാമിയിലെ അധ്യാപകര്, പിന്നെ ജാമിയിലെ വിദ്യാർത്ഥി സർഫറാസ് പൊന്നാനി. ഞങ്ങളതാ പോയത്. കാരണം ഞങ്ങൾക്കറിയാം ഇത് അത്രയേ ഉള്ളൂ. ഇത് ബ്രസീൽ ഇത് ഓയ്ക്ക് തോന്നാന്നല്ലാതെ ഇത് സാക്കലൊക്കെ കഴിഞ്ഞ കോഴിച്ച സംഭവത്തിന് ഇടയ്ക്കിടയ്ക്ക് നീച്ചുപോയി അന്തം വിട്ടു ഒരേ ഇരുത്താം. സലഫിന്റെ മൂന്നുമൊക്കെ നോക്കിയിട്ട് ഇരിക്കാം, അന്തം വിട്ടത് ഇരുത്താം. അതുകൊണ്ട് പിടിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് വീഡിയോ ചിന്താണ്, അതുകൊണ്ട് നൃത്യം നമുക്കറിയില്ല, നൃത്തെങ്കിൽ വലിയ കാര്യം. ഞങ്ങൾ ഓർമ്മാക്കം ചെയ്തു. പിടിക്കുന്ന സലഫി പറഞ്ഞു വീഡിയോ വെക്കുന്ന ചിന്ത ആണ്, അതുകൊണ്ട് ആരെയും വലിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ട് ആണോന്ന് അറിയില്ല, മൂപ്പർ ഇന്ന് എണീറ്റ് പോയിട്ടില്ല. വല്ലാതെ എന്റെ 3 ദിവസം പോയി തീരെ പോയിട്ടില്ല എന്നല്ല. ഏതായിരുന്നാലും ശരി, ഈ ആരോപണം അത് ആരോപണം മാത്രമായിരുന്നുവെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ബോധ്യമായി. മാത്രമല്ല, ഇന്നത്തെ ഏറ്റവും വലിയ കിട്ടുന്നുണ്ട് അറിയോ? അബ്ദുറഹ്മാൻ സലഫി തൊള്ളോട് കിതാബ് വായിച്ച അർത്ഥം വെച്ചിട്ട് മൂപ്പരാട് പറഞ്ഞു, ജിന്നോട് സഹായത്തോടിക്ക് ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. നമ്മളിവിടെ പുറത്ത് നമ്മള് ആളുകളും ഓലാളുകളും ഒക്കെ ഇവിടെ പുറത്ത് പല സ്ഥലത്തും ഇത് നേരിട്ട് കാണാനും കേൾക്കാനൊക്കെ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അവിടെ പത്തപ്പിക്കാർ തടിച്ചുകൂടിയിരുന്നു. അബ്ദുറഹ്മാൻ സലഫി ശിർക്കായാലും വസീയായാലും ഉണ്ട് എന്ന് വായിച്ചപ്പോ ഒരു ഗോളടിച്ച പ്രതീതിയായിരുന്നു ആ ആൾക്കൂട്ടത്തിലുണ്ടായത്. എന്തായാലും അവിടുത്തെ ആർപ്പ് വിളിയെന്നറിയോ? ഓൽ കുടുക്കാൻ വിചാരിച്ചപ്പന്റെ ജൗഹർ അടക്കാൻ മൂപ്പരെ കുടുക്കാൻ വിചാരിച്ചല്ലോ. ഓലടക്കം സന്തോഷിച്ച് കണ്ടില്ലേ, പോയി പെട്ടു, കുഴി പോയി വീണു. കിതാബ് വായിച്ചിട്ടാണ് അർത്ഥം വെച്ച് തന്നുണ്ട്, ശിർക്കായതുണ്ട്, വസീലായതുണ്ട്. അപ്പോഴാ മൂപ്പർക്ക് ഇത് വീണ്ടില്ലെന്നു ആയത്. പിന്നെ മൂപ്പര് ഒപ്പിക്കണ്ട്, ഇതിന് പറഞ്ഞത് കാഫിർ ജില്ലാണെങ്കിൽ ശിർക്ക്, മുസ്ലിം ജില്ലാണെങ്കിൽ വസീയത്ത് ശിർക്കിടാ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ജിന്ന് മുസ്ലിം ആകുമ്പോഴേക്ക് ജിന്ന് അബൗദികളായി മാറുമോ? ജിന്ന് മുസ്ലിമായി മാറിയാ പിന്നെ ഭൗതിക, കാഫിറായ ഭൗതിക, അങ്ങനെ ഉണ്ടോ? മൂപ്പര് പിന്നെ അതിനെ ഒപ്പിക്കാൻ നോക്കിയത് ഇവിടെ ശിർക്ക് എന്ന് പറഞ്ഞേതാ കാഫിർ ജിന്ന്, വസീയത്ത് ശിർക്ക് പറഞ്ഞോ മുസ്ലിം ജിന്നാണ്. നമ്മൾ പറഞ്ഞതോ ഏത് ജിന്നായിക്കോട്ടെ, മുസ്ലിമോ മുനാഫിക്കോ അഖിലാലിയോ മടവൂരിയോ ഏത് ജിന്നായാലും പോയിട്ടില്ല, എല്ലാവർക്കും വിധി ഒന്നാ, എല്ലാവർക്കും വിധി ഒന്നാ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് മൂപ്പരണ്ട് വായിച്ച് പ്രഖ്യാപിച്ചപ്പോ എല്ലാവർക്കും സന്തോഷമായി. ഇനിയിപ്പോ ആവശ്യം സംവാദം ആവശ്യമില്ലല്ലോ, ക്ലിയറായി മൂപ്പരനെ. അതുകൊണ്ടാണ് മൂപ്പര് സംവാദത്തെ പേടിച്ചത്.
സംഭാഷപ്പെടുത്ത വേണ്ട. സത്യപ്രിയത്ത് 16-ാം തീയതി ഞാൻ പ്രസംഗിച്ചു. അവിടേക്കാണ് ഏപ്പിന്റെ മോൻ ജൗഹർ എഴുതി കൊടുത്ത കത്തുമായി 1-2 കുട്ടികൾ കയറി വന്നത്. കയറി വന്ന കുട്ടിയും ജൗഹറിന്റെ മോനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. കത്തുമായി വന്നു. ഇതാണ് 1-ാമത്തെ കത്ത്. സത്യപ്രിയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിലേക്കൊരു കത്ത്. കടന്താ ഓര് വിചാരിച്ചെന്തറിയോ, സ്റ്റേജിന് കത്തക്കണ്ട് കൊടുത്താൽ ഇതൊന്ന് പതറോലോ ഒന്ന് ബേജാറാവോലോ എന്നായിരിക്കാം. അല്ലെങ്കിൽ സലഫി കുടുങ്ങട്ടെ എന്നായിരിക്കാം. ഇതെന്താ? പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാർക്ക് സംവാദത്തിലുള്ള താങ്കളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫിയെ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. അദ്ദേഹത്തിന്റെ സ്വദേശമായ പട്ടത്തിലേക്ക് വെച്ച് തന്നെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. കഴിയുമെങ്കിൽ താങ്കൾക്ക് സൗകര്യപ്രദമായ 3 തീയതികൾ ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുക. സൗകര്യപ്രദമായ ഒരു ദിവസം വ്യവസ്ഥ തയ്യാറാക്കി സംവാദം നടത്താവുന്നതാണ് എന്ന് വിശ്വസ്തയോടെ സൈഫുദ്ദീൻ സ്വലാഹി. ഇതാണ് ഫസ്റ്റ് കത്ത്. അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് 8 മാസമായി ഞങ്ങൾ പിന്നാലെ നടക്കുന്നു. ഇപ്പൊ ഇയാളെ നാട്ടിൽ തന്നെ ഇയാളെ സ്വന്തക്കാര് പറഞ്ഞല്ലോ റെഡിയില്. അതുകൊണ്ട് ഇതാ ഞങ്ങൾ തയ്യാറാണ്. ഈ പച്ചത്തിലെത്തി വെച്ച് പരസ്യമായി ഈ സംവാദം നടക്കട്ടെ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് പറഞ്ഞു 3 ഡേറ്റ് അല്ലേ, ഒരു ദിവസം 3 ഡേറ്റ് വേണമെന്നൊക്കെ പറയുമ്പോ അത് ആലോചിച്ച് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞാൽ തൽക്കാലം രക്ഷപ്പെടാനാ. ഞാൻ പറഞ്ഞു ശരി 3 ഡേറ്റ് അല്ലേ, നാളെ പറ്റും, മറ്റന്നാളെ പറ്റും, അതിനടുത്തും പറ്റും തന്നെ. 3 ഡേറ്റിന് വേണ്ടി നാളെ, മറ്റന്നാള്, അടുത്ത ദിവസം, ഈ 3 ദിവസം പറ്റും. അതല്ല സലിഫ് ഇപ്പൊ വീട്ടിലുണ്ടെങ്കിലോ ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പൊ തന്നെ ആക്കാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എനിക്ക് പ്രോഗ്രാമുണ്ട്, അന്ന് പറ്റൂല. 5-ാമത്തെ ദിവസം പറഞ്ഞാൽ അതും പറ്റും പറഞ്ഞു. ഒരു ഡേറ്റ് എക്സ്ട്രാ കൊടുത്തു. അപ്പൊ 2-ാമത്തെ കത്ത് എന്താ? ഫൈസൽ മുസ്ലിയാർക്ക് സ്റ്റേജിക്ക് 2-ാമത്തെ കത്ത് 25/11/2013 രാവിലെ വ്യവസ്ഥ നിശ്ചയിക്കുക. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം സംവാദം നടത്താം. സത്യപ്രിയത്ത് നടത്തുന്നതിന് സത്യപ്രിയത്ത് വെച്ച് വ്യവസ്ഥ നിശ്ചയിക്കണം. അതുകൊണ്ട് 25/11/2013 തന്നെ വ്യവസ്ഥ നിശ്ചയിക്കുക. അന്ന് തന്നെ സംവാദം നടത്തുക. ഇനി ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. അതാണ് 2-ാമത്തെ കത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ വ്യവസ്ഥ നിശ്ചയിക്കുക, ഉച്ചക്ക് സംവാദം നടത്തുക. പിന്നെ ഉച്ചക്ക് അയാളെ കണ്ടെങ്കിലേ ഈ വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ട് രക്ഷപ്പെടാൻ കുറച്ച് കാലമായി മുമ്പ് ആഗ്രഹിക്കണ്. പല സ്ഥലത്തും നമ്മൾ കത്ത് കൊടുത്തു. നമ്മളുടെ പിന്നെ കോഴിക്കോട് കത്ത് കൊടുത്തിട്ടുണ്ട്, പുളിക്കൽ കത്ത് കൊടുത്തിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് കത്ത് കൊടുത്തിട്ടുണ്ട്, മംഗലാപുരത്ത് കത്ത് കൊടുത്തിട്ടുണ്ട്, ഖത്തറിൽ വെച്ചും കത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ എറണാകുളത്ത് കത്ത് കൊടുത്തിട്ടുണ്ട്. മൂപ്പരെന്ന് പറഞ്ഞോ, ഇയാൾ പല സ്ഥലത്തും വന്നു, എനിക്ക് ഇയാൾ കത്ത് തന്നു, എനിക്കൊരു കത്തും കിട്ടിയിട്ടില്ല. മൂപ്പര് കത്തിട്ടുണ്ടാവില്ല, കാരണം അവിടുത്തെ പ്രവർത്തനമാർക്കാണ് കൊടുക്കുന്നത്. അവിടുത്തെ പ്രവർത്തനമാർക്കല്ലേ കൊടുക്കുന്നത്. ഈ കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കോഴിച്ച സംഭാഷണ വ്യവസ്ഥയോ പന്നിപ്പാറ സംഭാഷണ വ്യവസ്ഥയോ മതി. കടന്താ അവിടെയൊക്കെ ഓരോ ശ്രമിച്ചത് നമ്മൾ വ്യവസ്ഥയ്ക്കിരിക്കാൻ. വ്യവസ്ഥയ്ക്കിരുന്ന അനസും ആസനം കൂടി വന്നിട്ട് 4 ഒറ്റമ്പാളൊക്കെ ഇട്ട് മൂപ്പരവിടങ്ങനെ ഇരുന്ന് അവസാനം 5 മിനിറ്റ് 30 കൊല്ലം പറഞ്ഞ് അതിനെ തെറ്റിപ്പിരിഞ്ഞ് പോയാൽ ഈ സംവാദ വെല്ലുവിളി അവസാനിച്ച് കിട്ടുമല്ലോ എന്ന സമാധാനം ഒഴിക്കുന്നത്. അതിനാണ് വ്യവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമ്മൾ കോഴിക്കോട് സംഭാഷണ വ്യവസ്ഥ ഉണ്ട്, നമ്മൾ 2 ദിവസം ഉണ്ടാക്കില്ല. പന്നിപ്പാറ സംഭാഷണ വ്യവസ്ഥ ഉണ്ട്, എറണാകുളം നിശ്ചയത്തിന്റെ ഓഫീസ് ഉണ്ടാക്കി എം സാഹിബിന് അംഗീകാരം വാങ്ങിയിട്ട് എനിക്ക് ഇങ്ങോട്ട് നേരിടുന്ന ആ വ്യവസ്ഥ ഒറ്റയ്ക്കുണ്ടാക്കി എനിക്ക് മെയിലയച്ചു. ഞാൻ വായിച്ചത് പറഞ്ഞ് ഓക്കെ റെഡിയാണ്, ഒരു പ്രശ്നമില്ല. ആ വ്യവസ്ഥ ഉണ്ടാക്കി ഒപ്പം കൊടുത്തിരിക്കുന്നുണ്ട്. അന്ന് വണിച്ചിലെ സ്റ്റാഫാ, അന്ന് സ്നേഹസംഭാവത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട് സ്ഥാനത്തിരിക്കുന്നവരാ ഈ ഇരിക്കുന്ന പെൺബോസും അതേപോലെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളും കൂടി വ്യവസ്ഥ തയ്യാറാക്കി അക്ബർ സാഹിബിനെ കാണിച്ച് അംഗീകാരം വാങ്ങി എനിക്ക് മെയിൽ ചെയ്തു. ഞാനത് വായിച്ചത് കൊണ്ട് റെഡിയാണ്, ഒരു മാറ്റം ആവശ്യമില്ല. അപ്പൊ ആ വ്യവസ്ഥ എടുക്കാം നമുക്ക്. ഞാൻ അതിന് വല്ല മാറ്റം വേണോ നിങ്ങൾ അറിയിച്ചാൽ മതി, അതും ഞാൻ സ്വീകരിക്കാം. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്ത് മാറ്റം നിങ്ങൾ പറഞ്ഞോളൂ. അബ്ദുറഹ്മാൻ സലഫിക്ക് 10 മിനിറ്റും എനിക്ക് 5 മിനിറ്റുന്നാണോ, അതും സമ്മതിക്കാമെന്നാണ്. അതും സമ്മതിക്കാം. മൂപ്പയ്ക്ക് അരമണിക്കൂറും എനിക്ക് 15 മിനിറ്റും എന്നാണോ, അതും സമ്മതിക്കാം. എനിക്ക് ഇപ്പോഴും ഉണ്ട്, കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അവിടെ എല്ലാ ഉദാഹരണം കൊടുത്തു. പരസ്യമായി നടത്തണം, പച്ചപ്പേത്ത് വെച്ച് പറഞ്ഞു. അപ്പൊ 3-ാമത്തെ കത്ത് സ്റ്റേജിലേക്ക് എന്താ? ഫൈസൽ മുസ്ലിയാർക്ക് അസ്സലാമു അലൈക്കും. പന്നിപ്പാറയിൽ ഒരു വ്യവസ്ഥ എഴുതിയതിനു ശേഷം എന്തിനാണ് കോഴിച്ചണയിൽ മറ്റൊരു വ്യവസ്ഥ എന്തിനു വെച്ചു? അത്രമുഖ്യ വ്യവസ്ഥ പിടുത്തം ഇന്നേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ പച്ചപ്പേത്ത് നടക്കുമ്പോൾ, പച്ചപ്പേത്ത് സംവാദം നടത്തുമ്പോൾ പുതിയൊരു വ്യവസ്ഥയ്ക്ക് ഇരിക്കുന്നത് താങ്കൾക്ക് എന്താണ് തടസ്സം? വ്യവസ്ഥ എഴുതുവാൻ എന്താണ് താങ്കൾക്ക്
അബ്ദുറഹ്മാൻ സലഫിയുമായി ഇരിക്കാൻ പേടിയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഖുറാഫിയുടെ ശൈലിയാണ്, ഇത് ഖുറാഫി ശൈലിയാണ്. വ്യവസ്ഥയ്ക്ക് നാം ഒപ്പനെ മുങ്ങുന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് വ്യവസ്ഥ ഈ പറഞ്ഞത് ഇനി വല്ല മാറ്റമുള്ള എഴുതിച്ചോളി, ഒരു കുഴപ്പമില്ല, അംഗീകരിക്കാം എന്ന് വീണ്ടും അവിടെ പ്രഖ്യാപിച്ചു. പക്ഷെ പരസ്യമായിട്ടാവണം. ഞാൻ പറഞ്ഞു ചെയ്തു, ഏതായാലും 25-ാം തീയതി ഇൻഷാ അല്ലാഹ് ഉച്ചയാകുമ്പോഴേക്ക് ഞാനിവിടെ എത്തും, അന്ന് അബ്ദുറഹ്മാൻ സലഫിനെ കാണണം എന്ന് ഞാൻ പറഞ്ഞു. അതിലാ ഒരു കുടുങ്ങിയിന്. കാരണം മുന്നിലെങ്കിലും ഞാൻ ഇവിടെ വരുന്നവർക്കറിയാം, അത് വന്നാ പിന്നെ മോശമാണല്ലോ. അങ്ങനെ പിന്നെ 15-ാം അടുത്ത ദിവസം ഒരു കത്ത് തന്നു. ആ കത്ത് എന്തായോ? ഫൈസൽ മുസ്ലിയാർ കേരളത്തിലുടനീളം തന്റെ പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് പോലെ ഇന്നലെ പത്രത്തെയും വായനശാല പരിസരത്തിലെത്തുന്ന പ്രസംഗത്തിലും അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളിക്കുകയുണ്ടായി. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പത്രത്തെയും ഷാജ ISMന് വേണ്ടി ഞങ്ങൾ 2 പേർ ഫൈസൽ മുസ്ലിയാർ കത്ത് നൽകി. 2013 രാവിലെ വ്യവസ്ഥ നിശ്ചയിച്ച് അന്നത്തേക്ക് ശേഷം സംവാദം നടത്താൻ തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചപ്പോൾ വ്യവസ്ഥ നിശ്ചയിക്കേണ്ടതില്ല എന്ന വിചിത്രമായ നിലപാടാണ് ഫൈസൽ മുസ്ലിയാർ സ്വീകരിച്ചത്. എന്താണ് വ്യവസ്ഥ നിശ്ചയിക്കണമെന്നല്ല പറഞ്ഞത്, നിശ്ചയിച്ച വ്യവസ്ഥ എടുത്തിട്ടുണ്ട്, അത് മതിയാണത്. ഈ മാറ്റം വേണോ അറിയിച്ചോളുകാരുന്നത്, അതെന്താക്കി മാറ്റി? വ്യവസ്ഥ നിശ്ചയിക്കണ്ട നമ്മൾ പറഞ്ഞു. നാളിതുവരെ കേരളത്തിൽ നടന്ന സംവാദങ്ങളൊക്കെയും വ്യവസ്ഥ നിശ്ചയിച്ചാണ് നടന്നത് എന്ന വസ്തുത അറിയാത്ത വ്യക്തി അല്ലല്ലോ ഫൈസൽ മുസ്ലിയാർ. മാത്രവുമല്ല, കോളിച്ചകയിലെ സംവാദ വ്യവസ്ഥയുണ്ടല്ലോ, അത് തന്നെ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോളിച്ചകയിലെ സംവാദ വ്യവസ്ഥ എങ്ങനെ പച്ചപ്പിരിയത്ത് ബാധകമാകും? അതെങ്ങനെ മനസ്സിലായില്ലേ? എങ്ങനെ ബാധകമായിന്ന്? എന്നിരുന്നാലും ഈ സംവാദം നടക്കാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതാണ് ശരീഫ്ക പറഞ്ഞത്, സലഫിനെ കൊടുക്കാൻ അതേ മാർഗുള്ളൂ ജൗഹറിനറിയാം. അതുകൊണ്ടാണ് വ്യവസ്ഥ നിശ്ചയിക്കാതെ ഒരു സംവാദം നടത്തുക സാധ്യമല്ലതാനും. കോഴിച്ചയ സംവാദ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്ന ഫൈസൽ മുസ്ലിയാർ നിർദ്ദേശം ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ രേഖാമൂലം അറിയിക്കുന്നത്. ആ മാറ്റം താഴെ എഴുതി. അതെന്താ? 1 ദിവസം 25-ാം തീയതി 1 മണി മുതൽ 6 മണി വരെ. സ്ഥലം പട്ടപ്പയ്യം സ്കൂൾ പടി ഈ അബ്ദുൽ കരീം എന്ന കുഞ്ഞാപ്പയുടെ വീട്. നമ്മൾ പറഞ്ഞൊരു പരസ്യ സംവാദം വേണം, അത് വീട്ടിൽ കൊടുക്കി. വിഷയം ജിന്നോട് സഹായത്തേട്ടം വസിയത്തു ശിർക്കാണ് എന്നതിന് തെളിവായി കോഴിത്തമ്പാത്തിൽ ഫൈസൽ മുസ്ലിയാർ സംവചനം ഉദ്ധരിച്ചത് ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. ഞങ്ങൾ ശിർക്ക് വിട്ടു. ജിന്നോട് സഹായത്തേട്ടം വസിയത്തു ശിർക്കാണ് എന്നത് തെളിവോതി ദുർവ്യാഖ്യാനാണ്. നമ്മൾ ഓതിയെന്തിനാ? ശിർക്കായുധമുണ്ട്, വസീലയായുധമുണ്ട്, രണ്ടും ഒന്നിച്ചു പരാമർശിച്ച ആയത്താണിത്. അത് മാറ്റിയുണ്ടാക്കി വസിയത്തു ശിർക്കാണ് എന്നതിനായത്തോതി അത് ദുർവ്യാഖ്യാനാണ്. 4 സംവാദം അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്ലിയാർ തമ്മിലായിരിക്കും. 2 കൂട്ടർക്കും 5 വീതം പണ്ഡിതന്മാരെ സഹായികളായി കൂട്ടാവുന്നതാണ്. ഒരു സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ മാത്രമേ സംസാരിക്കാവൂ. രണ്ടാമത്തെ പിന്നെ പഴുത്. ഒരു സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ മാത്രമേ സംസാരിക്കാവൂ. സംവാദോ ഞാനും സലഫിയും തമ്മിൽ. പിന്നെ എന്തിനാ ഒരാൾ മാത്രമേ സംസാരിക്കുകയെങ്കിൽ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കുറ്റകത്ത് പറഞ്ഞു, ഓക്കെ, ആ ഒരാൾ അബ്ദുറഹ്മാൻ സലഫി ആയിരിക്കണം. ഒരു സമയത്ത് ഒരാൾ മാത്രം സംസാരിക്കാവൂ, ആ ഒരാൾ എന്താകണം? അബ്ദുറഹ്മാൻ സലഫി ആകണം. അല്ലാതെ ഒരാൾ മാത്രം നമ്മൾ അഥവാ അറിയാതെ ഒപ്പിട്ട് കൊടുത്തെന്തായി സമ്മതിച്ചത്, അപ്പം ഉണ്ടാകാതിരിക്കും. സംവാദത്തിൽ വരുമ്പോ അറിയിപ്പാൻ തുടങ്ങും, അത് ലാസ്റ്റ് തുടങ്ങും. നിങ്ങൾ എന്താക്കുക? വ്യവസ്ഥ പറഞ്ഞെന്താ? ഒരു സമയത്ത് ഒരാളെ സംസാരിക്കൂ, ഇപ്പോൾ സംസാരിക്കുന്നു, ഞാൻ ഉണ്ടാകാതിരിക്കരുത്, മുഴുവൻ ഉണ്ടാകാതിരുന്നോളും. അവസാനത്തെ 10 മിനിറ്റ് ചെരുപ്പ് പോലടിച്ച് പോകാനാണ് ബസ്സിലെ കാക്ക വിചാരിച്ചത്. നമ്മൾ പറഞ്ഞ പറ്റൂല. ഒരു സമയത്ത് ഒരാള്, ആ ഒരാൾ അബ്ദുറഹ്മാൻ സലഫി. ഇപ്പോഴത്തെ ഞാനേ പറയുള്ളൂ. പിന്നെ സംവാദം ഇൻഡോർ ആയിരിക്കും. ഇനി വായിക്കാൻ ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്തൊരു പ്രശ്നം എന്താണോ? പച്ചപ്പിയത്തുകാരായ 2 ഭാഗത്തു നിന്നുമുള്ള 15 വീതം പ്രവർത്തകർക്ക് മാത്രമേ ഹാളിനകത്ത് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു നിബന്ധന അത്. നമ്മൾ പറഞ്ഞത് പരസ്യമായിട്ട് വേണം. ഏത് പറഞ്ഞതോ വീട്ടിലാവണമെന്ന് മാത്രമല്ല, ഈ നാട്ടുകാരായ 15 ആക്കിയാണ് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയും നാട്ടിൽ വെക്കണ്ട, എല്ലാ മുജാഹിദുകളും വന്നോട്ടെ, എല്ലാരും കേട്ടോട്ടെ, എവിടുന്നും വന്നോട്ടെ, ആളുകൾ കേൾക്കട്ടെ. പുറാപ്പളപ്പുറ കൂക്കുമ്പോഴുണ്ടാവില്ലല്ലോ, നമ്മൾ തമ്മിലല്ലേല. ബാക്കി പിന്നെ നിനക്കൊക്കെ തന്നെ എരിയൊക്കെ എല്ലാം അംഗീകരിച്ചു. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് കരുതുന്നു, ഇതിന് ഫൈസൽ മുസ്ലിയാർക്കും വിയോജിപ്പുണ്ടാവുകയില്ല എന്ന് കരുതുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? തിരിച്ചു മറുപടി തരണം. ആ മറുപടി നമ്മൾ കൊടുത്തു.
എന്താ മറുപടി? നിങ്ങളുടെ കത്ത് കിട്ടി, അബ്ദുറഹ്മാൻ സലഫിയെ സംവാദത്തിന് നിങ്ങൾ സജ്ജമാക്കിയതിൽ ഏറെ സന്തോഷമുണ്ട്, അത് നിങ്ങൾ അഭിനന്ദിക്കുന്നു. എന്നാൽ പച്ചപ്പിയത്ത് പരിപാടിക്കിടെ കത്ത് നൽകുമ്പോഴുള്ള നിങ്ങളുടെ ശൗര്യം ഈ കത്തിൽ ചോർന്നു പോയതായി കാണുന്നു. നിങ്ങളുടെ കത്തിൽ പറഞ്ഞതുപോലെ സംവാദം അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്ലിയാരും തമ്മിലായിരിക്കും. അതുകൊണ്ട് തന്നെ ശേഷമുള്ള വരികളിൽ പറഞ്ഞ ഒരു സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ മാത്രമേ സംസാരിക്കാവൂ എന്ന നിബന്ധനയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. കാരണം ഫൈസൽ മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫിയും മാത്രമാണല്ലോ സംവാദത്തിൽ സംസാരിക്കുക. പിന്നെ പരസ്യമായി സംവാദം നടത്തുക, പൊതു സ്ഥലത്താവുക, ശ്രോതാക്കളെ പ്രദേശവാസികളിൽ പരിമിതപ്പെടുത്താതിരിക്കുക, നേരത്തെ നടന്ന സംവാദ വ്യവസ്ഥകൾ പാലിക്കുക എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതിന് നിങ്ങൾ തയ്യാറില്ലെന്നാണ് നിങ്ങളുടെ കത്തിലെ വരികൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞെന്താ? പരസ്യമായിട്ടാവുക, പൊതു സ്ഥലത്താവുക, പ്രദേശവാസികൾ എന്ന് ശ്രോതാക്കളെ പരിമിതപ്പെടുത്താതിരിക്കുക, അത് നിങ്ങൾ തയ്യാറില്ല. പിന്നെ കൂടാതെ വിഷയം അട്ടിമറിക്കാൻ നടത്തിയ തട്ടിപ്പ് അബ്ദുറഹ്മാൻ സലഫിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്നിട്ട് ആ തട്ടിപ്പങ്ങൾ എഴുതി എന്താ വിഷയം അട്ടിമറിച്ചത് എന്നങ്ങൾ എഴുതി. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് കോഴിച്ചായ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതും പച്ചപ്പിലെ താമസമായ നേർ പറഞ്ഞ വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത്. ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് പുതിയൊരു വാദം എഴുതി ഉണ്ടാക്കി ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച് സംവാദം നടത്തി ജയിച്ചു എന്ന് നടിക്കുകയാണോ നിങ്ങൾ ലക്ഷ്യം? അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചയിൽ പറഞ്ഞതും പച്ചപ്പിലെ താമസമായ മേൽപ്പറഞ്ഞ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംവാദത്തിൽ തയ്യാറാണെന്ന് അറിയിക്കാൻ താല്പര്യം. പൊതു സ്ഥലത്താകുന്നതും കൂടുതൽ ശ്രോതാക്കളായി പങ്കെടുക്കുന്നതും നിങ്ങൾക്ക് ക്ഷീണമാണെങ്കിൽ അതും നമുക്ക് ആലോചിക്കാം. ആള് കൂടെ ക്ഷീണുണ്ടോ നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ ആലോചിച്ചോളാം. പൊതുസ്ഥലത്ത് ക്ഷീണുണ്ടോ പറഞ്ഞോളൂ, ഞങ്ങൾ ആലോചിച്ചോളാം. ആ സാധുക്കള് എന്നാ ശരി, നമുക്ക് സ്വകാര്യ ചെയ്യിക്കോട്ടെ. അവരെക്കുന്ന ക്ഷീണം എന്തെന്നാണല്ലോ. ഇപ്പൊ സ്വകാര്യ ആയിട്ടും കൂടി ഇപ്പൊ ക്ഷീണമായി പോയി. പിന്നെ പരസ്യമായിട്ടാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു രൂപ ഇങ്ങനെ വെച്ചെന്താ പരസ്യമായിട്ട് ആകെയാണെങ്കിൽ മൈക്ക് പെർമിഷനൊക്കെ എങ്ങനെ എടുക്കണം എന്നാ. അത് നമ്മൾ എടുക്കണം. കാരണം നമുക്ക് എത്ര പേര് ചോദിക്കാറിയല്ലോ, എത്ര പേര് പൂട്ടിച്ചതാ പലതും എടുക്കണം. നമ്മൾ പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ, രണ്ടൂട്ടം എടുക്കുക, രണ്ടൂട്ടർക്ക് ഒന്നിച്ച് പോയിട്ടെടുക്കുക. അല്ല ഞങ്ങൾ മാത്രം എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് പിന്നെ സ്വകാര്യ സംഭവത്തിലേക്ക് എത്തുന്നത്. ശ്രോതാക്കൾ 15 ആള്. പിന്നെ കത്ത് കുറെ അങ്ങോട്ടും പോയി. മൊത്തം 13 കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. 13 കത്ത്. ഇത് നടക്കാനാണെങ്കിൽ ആ ഒറ്റ കത്ത് മതി. അപ്പൊ എങ്ങനെയും നടക്കാതെക്കാനാണ് കത്തിന്റെ എണ്ണം കൂടി 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 ഇങ്ങനെ വന്നത്. നിങ്ങളോട് പറഞ്ഞു നിങ്ങളാണ് വിഷയം അട്ടിമറിച്ചത്. അവസാനം വിഷയത്തെ നമ്മൾ പിടിച്ചു, അതിനെ ബന്ധിച്ചു, ആയപ്പൂര്യാക്കാനോ ഇല്ലേ എന്ന് തന്നെയാണ് വിഷയം. അതിനെ തന്നെ നമ്മൾ പിടിച്ചിട്ടു. അങ്ങനെ അവസാനം നിവൃത്തില്ലാതെ തയ്യാറാകേണ്ടി വന്നു. അവസാനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കത്ത് എല്ലാം കഴിഞ്ഞ് തീരുമാനക്കായി എല്ലാം റെഡിയായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുതിയൊരു കത്ത്. അതെന്താ ആ കത്തിന് പുതിയ 2 നിബന്ധന. ഇതേ പങ്കുവെക്കാൻ അങ്ങനെ തന്നെ എഴുതി. പുറമെ കുറെ തെറിയും, ഇതിനെപ്പറ്റി ഒരുപാട് തെറി, ഇവിടുത്തെ ഓരോരുത്തരെ പറ്റി ഒരുപാട് തെറി, എല്ലാം കൂടി വെച്ചിട്ട് ഈ മുസ്ലിം അങ്ങനെയാണ്, ആ മുസ്ലിം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് തെറി ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ വായിക്കുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെന്തോന്നു വേണ്ട, അങ്ങനെ 5-8 പേജാ കംപ്ലീറ്റ് തെറിയാ. എന്നിട്ട് അവസാനം 12 അതില് ഒരു പുതിയ 2 നിബന്ധന കൂടി അവർ വെച്ചു. അതെന്തായിരുന്നല്ലോ? ആ നിബന്ധനയിലാണ് പറഞ്ഞത്, ഒന്ന് മധ്യസ്ഥന്മാര് പച്ചപ്പിയത്തുകാർ തന്നെ ആയിരിക്കണം. കണ്ടോ, അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞിട്ടാ പച്ചപ്പിയത്തുകാരായ 5 വീതം വളണ്ടർമാരും പച്ചപ്പിയത്തുകാരായ ഓരോ മധ്യസ്ഥന്മാരും ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. കണ്ടോ, മധ്യസ്ഥന്മാരും പച്ചപ്പിയത്തുന്ന്, വളണ്ടർമാരും പച്ചപ്പിയത്തുന്ന്. അതിന്റെ വളണ്ടർമാരും ഓക്കെ, അതിലെ നാട്ടിൽ നിന്നാണ് ഉണ്ടാകരുത്. മധ്യസ്ഥന്മാർ ഇവിടുന്ന് ആകണം എന്നാ. കാരണം എന്താ, മൂപ്പറിക്കറിയ മധ്യസ്ഥന്മാർക്ക് വരുന്നോനും ചിലപ്പോ കണ്ടാൽ തന്നെ താൻ ഇളകുന്ന സൈസ് ആയിരിക്കാം എന്ന് മൂപ്പറിക്കറിയാം. ഇമാം അഹമ്മദ് ചെരുപ്പം കഴിച്ചപ്പോഴേക്ക് മറ്റേ ഇറങ്ങിപ്പോയി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ആ മധ്യസ്ഥന്മാരെ പച്ചപ്പിയത്തുന്നാകണം. മാത്രമല്ല പിന്നെ ഹാളിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. കണ്ടങ്ങള് ഇന്നലെ ഉച്ചക്കേസാ പറയുന്നത്. ഹാളിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം നിർബന്ധമായും ഒഴിവാക്കണം. ഈ മൊബൈൽ ഉപയോഗിച്ചതാരാ? അബ്ദുറഹ്മാൻ സലഫി.
മൂപ്പര് മൊബൈൽ പൊക്കി കാണിച്ച് എന്തിനറിയോ അത് രസമുണ്ട്. ഞാൻ അസ്ഗറി മഹദിയെ പറഞ്ഞു. അഹ്ലെ ഹദീസിലെ അഖിലേന്ത്യാ സെക്രട്ടറി ആണല്ലോ മഹദി. ഇയാള് കുറെ കാലം ഒപ്പം കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് വിചാരിച്ചതൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. ആ മഹദി കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. സക്കറിയ സലാഹിയും ഉണ്ടായിരുന്നതിന് അതിൽ സക്കറിയ സലാഹിയത്തോട് പറഞ്ഞു, യാരിബാറിന്റെ വിഷയത്തിൽ നിങ്ങൾ നിലപാടിനെ തുറന്നു പറയണം. കാരണം ഞങ്ങളുടെ നാട്ടിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇങ്ങനെ തീരുമാനം വന്നിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇതൊരു അടിസ്ഥാന വിഷയമേ അല്ല, ഈ ഹദീസ് ളഈഫാണ്. പക്ഷെ അത് ശിർക്ക് കാര്യമില്ല. ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം 100% വലത് എന്ന് മഹദി ഒന്ന് പ്രഖ്യാപിച്ചു. 100% അത് തെറ്റാണ്. ഞാൻ ഇന്നത് പറഞ്ഞു, മഹദി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത് പറഞ്ഞു എനിക്കറിയാം. അതുകൊണ്ട് ഇത് എനിക്ക് മഹദി അയച്ച മെസ്സേജാണ്. ഒരു മെസ്സേജ് വായിച്ചു. മൂപ്പരെ ഫോണിൽ നിന്ന് മൂപ്പരെ മെസ്സേജ്, ഇത് മഹദി എനിക്ക് അയച്ചതാണ്. മഹദി അയച്ചതാണോ മൂപ്പരുണ്ടാക്കി അയച്ചതാണോ എനിക്കറിയാം. ഇത് മഹദി അയച്ചതാണ്. ഇത് എന്തായാലുള്ളതറിയോ, ഇത് അടിസ്ഥാന വിഷയമല്ല, ഹദീസ് ളഈഫാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ആലിമീങ്ങളൊക്കെ, ആ ആലിമീങ്ങളൊക്കെ നിങ്ങൾ വിഷയം മടക്കുക. ആലിമീങ്ങൾ കൂടിയിരുന്ന് ഇത് തീരുമാനം പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിച്ച് പഴയ പോലെ നിങ്ങൾ ഒറ്റക്കെട്ടായി ചെയ്യുക. ഇതാണ് മെസ്സേജിലുള്ളത്. അത് മൂപ്പരാട് വായിച്ച് അർത്ഥം വെച്ചപ്പം മൂപ്പര മകൻ ലേശം കൂട്ടി. ആ പണ്ഡിതന്മാരേക്ക് നിങ്ങൾ മടക്കാന്ന് മൂപ്പർ എന്താക്കി മാറ്റോ, ജംഇയ്യത്തുലമയ്ക്ക് നിങ്ങൾ മടങ്ങാനായി. ജംഇയ്യത്തുലമയ്ക്ക് മടങ്ങുക എന്നിട്ട് പറയാണ്ടോ ജംഇയ്യത്തുലമ തീരുമാനം അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നിങ്ങൾ പഴയ രീതിയിൽ ഒത്തുതയോടെ പോകണം. അതിന് മൂപ്പർ എന്താക്കിയെന്നറിയോ, നിങ്ങൾ പുത്തൻവാദം ഒഴിവാക്കണം. നിങ്ങൾ പുത്തൻവാദമൊക്കെ ഒഴിവാക്കി പഴയ പദം സ്വീകരിക്കണം എന്ന് എനിക്ക് അയച്ച കത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സരിപ്പ് നിങ്ങളെ പണ്ട് കോഴിക്കോട് നിന്ന് വായിച്ചിട്ട് കതബഹു അബ്ദുറഹ്മാൻ വായിച്ചത് എന്ന പോലെ ഒരു അർസലഹു അബ്ദുറഹ്മാനാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു പറഞ്ഞു. അവിടെ വായിച്ച് കതബഹു അബ്ദുറഹ്മാൻ തണ്ണീർ കടവി മുപ്പ അറിയാതെ വായിച്ചോ. സംഗതി നമ്മൾ തണ്ണീർക്കടവ് അബ്ദുറഹ്മാൻ മനസ്സിലാവുകയാണ്. ധാരമില്ല. പിന്നെ എവിടെ മുമ്പിൽ വായിച്ചിട്ടില്ല. കഴിഞ്ഞിടം സമ്മേളനത്തിന് വായിച്ചു എന്നല്ല, പിന്നെ എവിടെയും വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വായിച്ച പോലെ തന്നെ ഇത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. മാത്രം നിങ്ങൾ വായിച്ചതിൽ എന്താ ഉള്ളത്? നിങ്ങൾ വായിച്ചതിൽ തന്നെ എന്താണ്, നിങ്ങൾ ആ പണ്ഡിതന്മാരേക്ക് മടങ്ങണം. ഇലൈഹിം, അവരിലേക്ക് മടങ്ങണം. ജംഇയ്യത്തുലമയ്ക്ക് മടങ്ങാൻ എന്താ പറയാ, ഇലൈഹാന്ന് പറയാ. ഇലൈഹ ജംഇയ്യത്തിലേക്ക് മടങ്ങണം. പറഞ്ഞു ഇലൈഹിം ആലിമീങ്ങളിലേക്ക് മടങ്ങിക്കോളീന. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇന്ന് ടൈപ്പ് ചെയ്ത് വേണ്ടത് ഇലൈഹാന്ന് ആക്കിയിട്ടുണ്ടാന്ന് പറഞ്ഞു. അടുത്ത തവണ മൂപ്പര് മുസ്യാരേ ഞാൻ വായിച്ചത് ഇലൈഹ എന്നാണ്, ഇതാ എന്റെ മൊബൈൽ നോക്കിക്കോളൂ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടോ, ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണമെന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കി അത് നല്ല ഐഡിയാണ്. നിങ്ങളിപ്പോ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ എന്നത് മൂപ്പരുമുണ്ടില്ല. നിങ്ങളിപ്പോ ടൈപ്പ് ചെയ്തിട്ട് ഒപ്പിച്ചതല്ലേ ഞാൻ പറഞ്ഞപ്പോ ഒരക്ഷരം പിന്നെ മൂപ്പരുമുണ്ടില്ല. ഇതാണ് തട്ടിപ്പ്. അപ്പൊ നമ്മൾ ഇതന്നെയാണ് നിങ്ങളെ കത്തബഹു. അന്ന് കത്തബഹു ഇതാണ് ഞാൻ പറഞ്ഞ കത്തബഹു. ഇത് അബ്ദുറഹ്മാൻ സലാഹി അവിടെ പോയി പല പണ്ഡിതന്മാരും കണ്ടു, ഓരൊക്കെ ചോദിച്ചു, ഓരൊക്കെ പറഞ്ഞ മറുപടി അദ്ദേഹം അയച്ചതാണ്. ഓര് തണ്ണീർക്കടവ് അബ്ദുറഹ്മാൻ പറഞ്ഞ മറുപടി ഇതാണെന്ന് ആ തണ്ണീർക്കടവ് അബ്ദുറഹ്മാൻ മംഗള അബ്ദുറഹ്മാൻ അയച്ചു കൊടുക്കുക. ഇതിനത് വായിച്ചത് കത്തബഹു അബ്ദുറഹ്മാൻ. എന്താ അറബി വായിക്കുന്ന ആവശ്യം മലയാളത്തിൽ അയച്ചു കൊടുത്താൽ പോലെ. ഇപ്പൊ പത്തപ്പിയത്തെ മംഗളെല്ലാം വന്നേ. അപ്പൊ തണ്ണീർക്കടവ് അബ്ദുറഹ്മാന് പച്ചപ്രിയം അബ്ദുറഹ്മാനെ കത്തയക്കുന്ന അറബി അയക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് മലയാളത്തിൽ ഞാൻ അവിടെ പോയി ചോദിച്ചു എന്താ പറഞ്ഞത് എന്ന് മലയാളത്തിൽ എഴുതിയാ പോലെ. അപ്പൊ എന്തിനാണ് ഉണ്ടാക്കിയതല്ലോ, ഇത് സൗദിയിൽ നിന്ന് വന്ന ഫത്വ എന്ന് പറയാൻ വേണ്ടി, സൗദിയിൽ നിന്ന് വന്ന ഫത്വ എന്ന് പറയാൻ വേണ്ടി അറബിയിൽ എഴുതി. അതിങ്ങനെ വലിയ പമ്പിൽ കോഴിക്കോട് വായിച്ചു. അവസാനത്തെ വരെ അറബി വായിച്ചോയി. കത്തബഹു അബ്ദുറഹ്മാൻ തണ്ണീർക്കടവി സലീം ജാരിയാത്തീന. അതാരാ പല്ലടിച്ചു പോയിക്കുന്ന സലീം ജാരിയ. അതാ സലീം ജാരിയാത്തി. ചാരിയത്തുകാരൻ ശരിയാണ്, സലീം ജാരിയാത്തി. രണ്ടാളും കൂടി എഴുതി ഒപ്പിച്ചത് ഇയാൾ നിങ്ങൾ അയച്ചു കൊടുത്തതാ ഇയാൾക്ക്. അതാണ് സൗദിന്റെ ഫത്വ വായിക്കുന്നത്. എന്നിട്ട് പിന്നെ വേറെ കെട്ടിട്ടുണ്ടാ ഇതൊക്കെ സൗദിയിൽ വന്ന ഫത്വ അബ്ദുൽ മജീദ് സലാഹിക്ക് വന്നിരിക്കുന്നു, ഇതൊക്കെ അവിടുന്ന് വന്നതാണ്. അതെന്താ ഉള്ളത് അത് വായിച്ചില്ല. ഞാൻ പറഞ്ഞു ഒക്കടലുണ്ട് പല എന്താ ഉള്ളത് ഇരിക്കി. അതിന് ഉപയോഗമുണ്ടായിട്ടില്ല. യഥാർത്ഥത്തിന് ഞാൻ പറഞ്ഞല്ലോ, മഹദി പരസ്യമായി പ്രഖ്യാപിച്ചു. അതിന്റെ വീഡിയോ ക്ലിപ്പ് എടുക്കണ്ട്. മഹദി പറഞ്ഞ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കണ്ട്.
എന്നിട്ടാ പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയച്ചേക്കരുത്. മൂപ്പരെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു പറയാ ഇത് മഹദി അയച്ചതാണ്. ഈ ഏത് മഹദി നമുക്ക് മൂപ്പരെ മോന് മഹദീനെ ചെയ്യുന്നുണ്ടോ അത് നമുക്ക് പിന്നെ അതും ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ മോൻ മഹദിയാണ്. മഹദി പറഞ്ഞു കേട്ടോ. استخراجات استنباطات وتفريعات وما الى ذلك فننتهي الى حد مثلا العالم الفلاني والحمد لله عندكم يا اهل كيرلا عندكم علماء وعندكم جميع العلماء نقول ان في هذه المساله الذي قاله جميع علماء اهل كيرلا انها ليس الا شركا اكبر مخرج من المله وهو 100% غلط ولكن وانا ارى انه ليس شركا اكبر ولكن مفضي الى الشرك او شرك اصغر. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കേരളം ധാരാളം പണ്ഡിതന്മാരുള്ള നാടാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് മടങ്ങണം. കാരണം മഹദിക്കറിയാ ഇവിടെ ഒരു മദ്രാസ് മാത്രമല്ലാന്ന് അവിടെ ഒരുപാട് ഉലമാക്കളുണ്ട്, ഒരുപാട് ഉലമാക്കളുടെ നാടാ, അവരിലേക്ക് മടങ്ങണം എന്നുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വിഷയത്തിൽ ഈ തീരുമാനം ആ ജംഇയ്യത്തിന്റെ പേര് ഇയാൾ വരുത്തിയതാണ്. അതാ പറഞ്ഞത്. അത് ജംഇയ്യത്തിന് തീരുമാനം സ്വീകരിക്കാൻ പറ്റൂല. 100% അത് ഒലത്താണ്, അത് തെറ്റാണ് എന്ന് മഹദി പച്ചത്ത് പ്രസംഗിച്ച വീഡിയോ ഓടിയായി കേട്ടത്. നമ്മൾ സീഡ് ഇറങ്ങുമ്പോ ക്ലിപ്പ് ശരിക്കായി കേട്ടത്. ഇതാ പറഞ്ഞ ഇന്റെ ഫോണിക്ക് മൂപ്പറിന്റെ മെസ്സേജ് അയച്ചത് വലിയ കാര്യമായി പോയി. വലിയ കാര്യം മൂപ്പരെ ഫോണിൽ മെസ്സേജ് എടുത്ത് വായിച്ചത് പറയാ ഇതാ ഇരിക്കാത്ത മെസ്സേജ്. അപ്പോഴേ കൊടുത്ത ആരയച്ചു അള്ളാഹുവായതും പിന്നെ അപ്പോഴേ പറഞ്ഞു. അപ്പൊ ഏതായാലും ഇതാണ് അബ്ദുറഹ്മാൻ സലഫി. കഴിഞ്ഞ റീവബലൊക്കെ പറഞ്ഞു നമ്മളെന്നാ വിചാരിച്ചത് നാസറിനെക്കാളൊക്കെ ഉഷാറായിരിക്കുന്നു, ഇയാളെക്കാളും വെച്ച നാസർ തന്നെയാ, അയാളെക്കാളും മെച്ചം സാധിച്ചുമാണ്. ഇയാളെക്കാളും വെച്ച നാസറിനെക്കാളും വെച്ചം സാധിക്കാണ്. ഓൻ ധൈര്യമായി എന്ത് പറഞ്ഞു, എന്ത് ആലോചിച്ച് തോട്ടിക്കിട്ടുന്ന അറിയാന്ന്. ഇയാൾക്ക് ആലോചിച്ച് എറിയാനും വരിക പിടിച്ചാലും വരിക. നമ്മൾ ഫസ്റ്റ് ചോദ്യമായിരുന്നു ഈ ആയത്തോതിയിട്ട് ഇസ്തിയാൻസും ശിർക്കുമുണ്ട് വസീലയുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണെങ്കിൽ അതേ ആയത്തോതിയിട്ട് സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പ് മന്ത്രിയും ഒരു മഹാപണ്ഡിതനുമായ സ്വാലിഹ് ആൽ ശൈഖ് ഹഫിളഹുല്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ അത്തംഹീദ് എന്ന കിതാബ് തൗഹീദ് സ്വലഹ, ആ കിതാബിൽ ആ ആൽ ശൈഖ് രേഖപ്പെടുത്തിയിരിക്കുന്നു ജിന്നോട് സഹായാർത്ഥനകൾ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. തെളിവെന്ത അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ 198 നമ്മൾ ചോദിച്ചു ഈ ആൽ ശൈഖ് ജിന്നൂരിയാണോ, ഈ ആൽ ശൈഖ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ, ഈ ആൽ ശൈഖ് മുസ്ലിക്കാണോ, ഈ ആൽ ശൈഖ് നിങ്ങൾ പുറത്താക്കുമോ, ഈ സമ്മേളനത്തിന് വിളിക്കില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമോ? ഇനി മൂപ്പര് ആദ്യം പറഞ്ഞോ മൂപ്പര് കേന്ദ്രം മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ, പിന്നെ പുറത്താക്കോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പുറത്താക്കിയത് ഫുള്ള് മെമ്പർഷിപ്പ് ഉള്ളവരെ, മെമ്പർഷിപ്പ് ഉള്ളവരെ മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ. മെമ്പർഷിപ്പിന്റെ എത്ര പുറത്താക്കി മാത്രമല്ല, അപ്പൊ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പുറത്താക്കാമായിരുന്നു എന്നാണ് ധ്വനി. പിന്നെ പറഞ്ഞു ആരും മുസ്ലിക്കാക്കണ പണി നമുക്കില്ല, കാന്തപുരം വരെ മുസ്ലിക്കാൻ നമ്മൾ പറയില്ല, ശിർക്ക് ചെയ്തേ പറയുള്ളൂ. മതി നിങ്ങളത് പറഞ്ഞാൽ മതിയത്. നിങ്ങൾ ആരും പറയും ആര് ശൈഖ് ശിർക്കിലാന്ന് പറയും, ആര് ശൈഖ് ജിന്നൂരിയാന്ന് പറയും, ആര് ശൈഖ് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പറ, ആര് ശൈഖ് കാന്തപുരത്തിന്റെ ജൂനിയറാണെന്ന് പറ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ഒരിക്കൽ പറഞ്ഞോക്കി നമുക്ക് ആര് പറഞ്ഞാലും പ്രമാണം ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ ഇതാ ഈ പ്രമാണം അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആയത്ത് കൊടുത്തത്. ആ ആയത്തിന് തെളിവല്ലാതാണോ നാല് ശൈഖ് ദുർവ്യാഖ്യാനിച്ചു തരി. മൂപ്പയ്ക്ക് ഇതൊക്കെ ഉറക്കാനും വയ്യ, ഇത് തുപ്പാനും വയ്യ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് പറയാൻ കഴിയില്ല, കാരണം ഇതെങ്ങാനും നിങ്ങൾ സാധിച്ചു വന്ന പോലെ ആല് ശൈഖിന്റെ തോട്ടിക്കരുവ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് 5 കാര്യമില്ല, പിന്നെ വഴിക്ക് പോകാൻ പറ്റൂല. അത് മൂപ്പയ്ക്കും ബോധമുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഇത്രയും കാലം എന്തുകൊണ്ട് ഇയാൾ വരാൻ സമ്മതിച്ചില്ല എന്നതിന്റെ മറുപടി ഇന്നത്തെ സംവാദത്തിൽ നമുക്ക് ബോധ്യമായി. അൽഹംദുലില്ലാഹ്, നാം റബ്ബിനെ സ്തുതിക്കുക, നമുക്ക് തെറ്റിയിട്ടില്ല.
നമുക്ക് പിഴച്ചിട്ടില്ല. നാം ഹക്കിൽ തന്നെയാണ് ഈ കാലമത്രയും മുസ്ലിം ലോകം ഒന്നടങ്കം പറഞ്ഞ കരുവമ്പുള്ള ഭാഷയിൽ പറഞ്ഞാൽ നാളിന്നു വരെയുള്ള മുഴുവൻ മുജാഹിദുകളെയും വിശ്വാസമെന്ന് കരുവമ്പുൽ 2012 മാർച്ചില് ഇസ്ലാഹിൽ എഴുതിയ മതമറിയുന്ന ഒരാളും അതിനപ്പുറം പറയില്ല എന്ന് ആ കരുവമ്പുൽ പറഞ്ഞ ശിർക്കിന്റെ ആളുകൾക്ക് ഇത് പറയാൻ കഴിയൂ എന്ന് ആ കരുവമ്പുൽ പറഞ്ഞ അതെ ആ ശരിയായ തൗഹീദിൽ തന്നെ നാം ഇപ്പോഴും ഉണ്ട്. ഹക്കിലാണ് നമ്മൾ സംശയിക്കേണ്ട. അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങളും എല്ലാ കുടുംബങ്ങളും അത്യാവശ്യം നല്ല ഇൽമും അത്യാവശ്യം സംസാര ശേഷിയും എല്ലാമുള്ള അബ്ദുറഹ്മാൻ സലഫിയുടെ മുമ്പിൽ അതൊന്നുമില്ലാത്ത ദുർബലനായ ഈ ഉള്ളവൻ ചെന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഇത്ര കൃത്യമായി നമ്മൾ തെളിയിക്കാനായെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഹക്ക് തന്നെയാണ് അതിനുള്ള ഒരേ ഒരു കാരണം. 10,000 ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഇനിയും ധാരാളമായി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ പ്രവാസികന്മാർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അവസാനമായി സുഹൈർ മൗലവി ഒരു ചെറിയ സമാപന സംസാരം ഏതാനും മിനിറ്റുകൾ മാത്രം അദ്ദേഹം നിർവഹിക്കും. അതിനുശേഷം നമുക്ക് തിരിയാമെന്ന് സൂചിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെലവഴിച്ച ഊർജ്ജവും സമയവും ആരോഗ്യവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.